സ്നേഹബഹുമാനപ്പെട്ട അച്ഛനാങ്ങളമാരെ, ചേച്ചി അനിയത്തിമാരെ, ഞങ്ങളുടെ നാടകം കാണാൻ വന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, ഈ നാടകം ഒരു നാടകമാണ്, വെറും നാടകം. ഇതിൽ ലോജിക്കില്ല, പുതുമയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. യെസ്, നോ ലോജിക്, നത്തിങ് ന്യൂ. നാടകം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളൊരു ഗംഭീര പാട്ട് കേൾക്കും. പിന്നങ്ങോട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓരോ മ്യൂസിക്കിനും പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതൊക്കെയോ സംഗീത ശകലങ്ങളുമായി സാമ്യം തോന്നിയാൽ അത് വെറും യാദൃച്ഛികമല്ല, മനഃപൂർവ്വം അടിച്ചു മാറ്റിയത് തന്നെയാണ്. എല്ലാവരും ക്ഷമിക്കുമല്ലോ. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്: നാടകാന്ത്യം പൂമാല, ബൊക്കെ, റീത്ത്, നോട്ടുമാല എന്നിവ തന്ന് ഞങ്ങളെ വീർപ്പ് മുട്ടിക്കണം എന്നാഗ്രഹിക്കുന്നവർ നാടകം തീരും വരെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ സൈലന്റ് ആക്കിയാൽ സന്തോഷം. ഫോട്ടോസ് എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കല്ലേ എന്നും ഒരപേക്ഷയുണ്ട്. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ? ഏവർക്കും കൈവേലിക്കരയിലേക്ക് സ്വാഗതം. വിശ്വസിക്കൂല. എന്റെ പൊന്നൂമേ, സത്യാനാ പറയണേ. ഒന്ന് പോടാപ്പാ, നമ്മളെ പ്രഭാകരനല്ലേ, ഓൻ അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നോക്കിക്കോ, അവസാനം ഓൻ ഓളെയും കൊണ്ട് പോകും. എന്തോ നാടാ കളിക്കാറുണ്ടോടാ? പോലോ. നിക്ക് പ്രഭാകര, ഏത് ചെട്ടിയാര്? അരിക്കച്ചവടക്കാരൻ ചെട്ടിയാര്. അരിക്കച്ചവടക്കാരൻ? ഓ, ചെമ്പകം. കണ്ട ഓന്റെ അളക്കുന്നുണ്ട. അനൂപേ ഞാൻ പറഞ്ഞില്ലേ? എന്തോ നടക്കം? അനൂപേ ചുമ്മാറൊന്ന് പറഞ്ഞിട്ടല്ലേ നോറ. ഇന്നലെ സ്കൂളിൽ വെച്ച് നീ ഓളോട് മിണ്ടണത് ഞാൻ കണ്ടതാ. അതേ മിണ്ടി കണ്ടടാ. സത്യം പറടാ, നീ ഓൾ തമ്മിൽ പ്രേമല്ലേ? പ്രേമോ? ഒന്ന് പോടാപ്പാ, എനിക്ക് പ്രേമൊന്നുമില്ല. അയ്യേ, ഇതാരാ പറഞ്ഞു? കള്ളം പറയുന്നടാ. കള്ളം പറയുന്ന ഇതെന്തോ കാണിച്ചേ? ഇന്നീ തല്ലും അന്റെ പെണ്ണുകൾ പറക്കെ ആര് നടന്നാലും ഈ കൃഷ്ണൻകുട്ടി തല്ലും. ഞാൻ ചങ്ങായാടാ. പോടാള്ള അനുപേ, നീ കള്ളനെ സൂക്ഷിച്ചോ, ഇവൻ നിനക്കിട്ട് പണി. അനക്ക് വേണ്ടിയല്ലേ? അന്റെ ചമ്പകത്തിന്റെ കാര്യമല്ലേ? എന്റെ ചമ്പകത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓഹോ, അപ്പൊ ഞാൻ ആരായി? അനൂപേനെ അനുഭവിക്കും, ഓർത്തോ? ഓ പിന്നെ നിന്നെ കൂടെ നിൽക്കുന്നത് തന്നെ ഓളെ താകാന്ന് അടിച്ചുകൊണ്ട് പോകും. നീ വേറെ ഏതെങ്കിലും വാർന്നതിനെ കല്യാണം കഴിച്ച് ഇവന് നട്ടപ്രാന്താടാ. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും.
എടി അമല എന്റെ ഷർട്ട് എവിടെ അമലെ? ഓ ശങ്കർ, ഞാൻ വീഡിയോ എടുക്കുവല്ലേ, അച്ഛനോട് പോയി ചോദിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇഡ്ലി മാവ് എങ്ങനെ ചട്ടിയിൽ ഒഴിക്കണമെന്നാണ് കാണാൻ പോകുന്നത്. സാമ്പാറില്ലേ? യോ, ഐ ഡോണ്ട് ലൈക്ക് ചമ്മന്തി. എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ മുതലക്കുട്ടനെ നമ്മൾ ഇതേ കട്ട് ചെയ്തെടുത്ത് നമ്മളുടെ ചേട്ടന്മാർക്ക് കൊടുക്കാൻ പോവാണ്. ഇവിടെ മുതലേനെ വളർത്തുന്ന ഫാമിലെ ചേട്ടന്മാരാണ്. അപ്പൊ നമുക്ക് കില്ലി എടുക്കാം, പക്ഷെ നമ്മൾ ഇതാവുമ്പോ കറക്റ്റ് കൊതി പിടിച്ച് നിക്കാണ്. നമ്മള് ബീഫ് ഇതൊന്നും കഴിക്കുന്ന പോലെയല്ല, വൈറ്റ് മീറ്റ്. കൈപുണ്യം എന്ന് പറഞ്ഞാ ഇതാ. തിന്നും കുടിച്ചും ഇവിടെ ഇങ്ങനെ ഇരുന്നോ? മനുഷ്യ, ഞാൻ വരുമ്പോഴത്തേക്ക് ഈ തുണി കൂടി ഒന്ന് വാഷ് ചെയ്ത് വെച്ചേക്കണേ, മെഷീനിൽ ഇട്ടാ മതി. നല്ല സ്നേഹലതേ, കാലത്ത് തന്നെ ഈ ഇപ്പൊ എങ്ങോട്ടാ? ക്ലബ് വാർഷികത്തിന്റെ ആലോചന യോഗല്ലേ ഇന്ന്. എന്നെ കമ്മയ്ക്ക് എന്തിനാ പുറത്താക്കിയെന്ന് എനിക്കൊന്ന് ചോദിക്കാൻ വേണം. അത് ചോദിക്കണം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എന്റെ പെമ്പറന്നോക്ക് ഒരു വിലയില്ലാന്ന് വന്നാ നമുക്ക് ചോദിക്കട്ടെ. ഞാനുണ്ട് ഒരു പുന്നാരം. മനുഷ്യ, ഞാൻ വരാൻ വൈകും കേട്ടാ. നേരത്തെ തന്നെ വല്ലതും എടുത്ത് കഴിച്ചേക്കണം. അല്ലടി, ഞാൻ നിൽക്ക്, ഞാനും വരാം നിന്റെ കൂടെ ഒരു ധൈര്യത്തിന്. എനിക്കൊരു ധൈര്യക്കുറവില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോ? അവിടെ വന്നിട്ട് വയ്യാവരെ ഒപ്പിക്കാനല്ലേ? നിങ്ങളൊന്നും വരണ്ട. എന്താണ്ടാ ചങ്കു, എന്റെ മൂട്ടിന് തീ പിടിച്ചാ? അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഷർട്ട് ഒന്ന് തേച്ചൊക്കെ. ഞാനതൊക്കെ മറന്നു. ഇന്ന് നീ എന്നെ തേച്ചാ മതി. എനിക്ക് അറിയൊന്നുമില്ല. അതൊന്ന് തേച്ചു കൊടുക്കും മനുഷ്യ, അവന് ഓഫീസിൽ പോകാനുള്ളല്ലേ. എടി, ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. അകത്ത് അമല ഉണ്ടല്ലോ, ഓളോട് പറ. അച്ഛൻ അവനെ തിരക്കില്ല. ഓക്കുന്ന മറ്റേ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ടേ? ഞാനിപ്പോ തന്നെ ലേറ്റ് ആയി. പിന്നെ നല്ല സന്തോഷത്തിലാണല്ലോ. എത്ര വ്യൂസ് ഇട്ടിട്ടാവും ഒന്ന് ഗസ് ചെയ്തേ? ഒരു 500. അടിച്ചു മോനെ. അത് കൊള്ളാലോ മോളെ. അപ്പൊ ഇത്തവണ റവന്യൂ കൂടുമല്ലേ? പിന്നല്ല, അതിനല്ലേ അമ്മേ ഞാനാണ് കണ്ട് കഷ്ടപ്പെടുന്നത്. ഇത്തവണ പൈസ വരുമ്പോണ്ടല്ലോ അമ്മക്ക് ഞാൻ ഒരു കല്ലങ്കാരി സാരി വാങ്ങി തരും. അപ്പൊ അച്ഛനൊന്നുമില്ലേ മോളെ? അച്ഛൻ എന്ത് വാങ്ങാനാ? അമ്മയല്ലേ പുറത്തോട്ടേക്ക് പോകുന്നേ. അല്ല, അപ്പൊ പിന്നെ ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആരാ? അതൊക്കെ എടുത്തിട്ടല്ലേ നീ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്? ഈ കൈപുണ്യം എന്നൊക്കെ പറയുന്ന ആരുടെയാ? അത് എന്റെ ബുദ്ധി. പിന്നെ അമ്മയും ശങ്കറിനും സപ്പോർട്ടും. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അതിന് അച്ഛൻ ഏടിയ വ്യൂവർഷിപ്പ്. ഇതൊക്കെ ഒരു നേക്കല്ലേ. ഇപ്പൊ അച്ഛൻ എന്താ വേണ്ടേ? ഒരു ഷർട്ട്. അത് ഞാൻ വാങ്ങിച്ചെന്നാ പോരാ. അച്ഛാ, ഇത് പിടിച്ചേ, ഞാൻ മറന്നു. അച്ഛാ കയ്യില് ശങ്കറിന് ലേറ്റ് അയച്ച ഇതൊന്ന് തേച്ചു കൊടുക്കണേ. വേഗം ശങ്കർ, അച്ഛൻ കൈ കഴുകിട്ട് വരണ്ടേ? അല്ല ഭാര്യയെ, നീ എപ്പോഴും ഇവരെ ശങ്കർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? അത് ഞാൻ പറഞ്ഞിട്ടാ. ഒരുമാതിരി ജാവോ കാലത്തെ പേര് ശങ്കരൻ, ശങ്കു എന്നൊക്കെ. എന്ത് ബോറാ കൊച്ചേ, അത് എന്റെ അച്ഛന്റെ പേരാ. സെന്റിമെന്റ്സ്. അല്ല, അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഏതച്ഛൻ? എന്റെയാ. അനൂപ്. എന്താ സ്റ്റൈല്? ഈ സ്റ്റൈല് മോനെ പേരിടുമ്പോ വേണം തോന്നിച്ചില്ലേ? ഞാൻ എന്റെ ഹസ്സിനെ ശങ്കറിനെ വിളിക്കൂലു. അതുപോലെ അമ്മേ. മതി മോളെ, ഈ ഫോണിൽ എന്റെ ഒരു ഫോട്ടോ എടുത്തേ. അമ്മ ഒരു സെൽഫി കൂടെ. സെൽഫിയാ? എല്ലാരും കൂടെ എന്നെ തേക്കുന്നുണ്ടല്ലോ.
അല്ല പുല്ല് പറിക്കാം കണ്ടൂടെ? ഓ ദേഷ്യം. അതെ ഒരു കാര്യം പറയട്ടെ, ദേഷ്യം വന്ന നിന്നെ കാണാൻ സൗന്ദര്യത്തിന് കൂടുതലാട്ടോ. അല്ല ജാനു, പ്രഭാകരൻ അതിർത്തിയിൽ വരാനായില്ലേ? പോയിട്ട് 2-3 വർഷമൊക്കെ ആയില്ലേ? അത് ചോദിച്ചതാ. നിങ്ങൾ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് സൂക്കേട്? അല്ലത് 2 വർഷമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, വല്ല സഹായം വേണോ ചോദിച്ചു വന്നതാ. ഒറ്റയ്ക്ക് പോലും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ? പിന്നെ പത്ത് മണിക്കാണ് പത്രം എടുത്തത്. അതിന് എത്ര വീട്ടിലെ പത്രം ഇട്ട് വരുന്നറിയാം. അതിന് ചുമ്മാ ഇരിക്കുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. വേണമെങ്കിൽ വായിച്ചാൽ മതി സാറേ. അത്രയ്ക്കൊക്കെ ആയാലേ ഈ പത്രപരിപാടി ഞാനൊക്കെ നിർത്തും. നിർത്തല്ലേ സാറേ. അയ്യടാ പേടിപ്പിക്കല്ലേ. സാറല്ലേ പൈസ തന്നെ, ചേച്ചിയല്ലേ? ജാനുട്ടിയെ ആകെക്കൂടി ഒരു ക്ഷീണം. എന്താ നീ പോടാ, അനക്ക് വെറുതെ തോന്നണതാ. ഓ അള്ള അള്ള അള്ള. Kiss me. Close your eyes and miss me. Close your eyes and kiss me. സംസാരിക്കാൻ കൂടി വിടില്ല അല്ലേ? വിഷു ബമ്പർ ജേതാവിന്റെ ആത്മഹത്യ. മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ആലപ്പുഴ പ്രായക്കര സ്വദേശി വർഗീസിന്റെ മകൻ ഉണ്ണുവന്റെയാണ് ആത്മഹത്യ. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചാണ് ആത്മഹത്യ. कौन बनेगा करोड़पति? നിങ്ങൾക്ക് മകാം കോടീശ്വരൻ. एक आसामी है, एक बम्पर खरीदो, एंडे कुटुंबम चपाती കഴിക്കട്ടെ. अरे भाई साहब कौन भी नहीं है. अरे आओ ना ओ भाग्यशाली. अरे ദേവനെ കുടിമരത്തിന്റെ പിരിവാണ്. 1000 എഴുതാം. 500. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷത്തിന് എന്താണ് ഇവിടെ കുറവ്? അതാദ്യം അടിക്കട്ടെ. എന്താ പുഷ്പാലൻ ചേട്ടാ? നമ്മളെ കൊടിമരത്തിന്റെ പിരിവാ. 6 പേർക്ക് എഴുതണ്ടേ? പ്രവാസിയാ? എത്ര പേരുടെ പേരിൽ എഴുതിയാ മതി? എത്ര എഴുതണ? അതൊന്നും മനസ്സിലാം. കാശ് വീട്ടിൽ വന്ന് വാങ്ങിച്ചോ കേട്ടാ. എന്റെ കയ്യിലല്ലേ ചേട്ടന് കിട്ടും പൈസ. ബർഫിക്ക് പണ്ടത്തെ പോലെ ഒരു ഗുമ്മില്ലല്ലോ എന്റെ അമ്മനെ കുട്ടിക്ക്. പണ്ടത്തെ ഗുമ്മില്ലെങ്കിൽ എന്താന്ന് കച്ചവടം തോന്നിയില്ലേ? അപ്പൊ നമുക്ക് ഒരു 2000 എഴുതല്ലേ? കൈവരിക്കരത്തേവരെ പറഞ്ഞ അത്യാത്തായി പോയല്ലോ. അല്ല പിള്ളാച്ച നിങ്ങളെന്തേ പറയുന്നത്? 2000 ഉറുപ്പ്യോ? അല്ല നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഇവിടുന്ന് വൈകുന്നേരം അവർക്ക് കഷ്ടിച്ചൊരു 500 ഉറുപ്പ്യ കിട്ടിയാലായി. അതിൻ്റെ ഇടയിൽ ഇയാൾ 2000 കൊണ്ട് വന്നിരിക്കുന്നു. ദേവർക്ക് സ്വർണ്ണക്കൊടിമരം വേണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞപ്പോ നീ കൂടാടി ഉണ്ടായതല്ലേ? അതിനിപ്പോ വലിയ കാര്യമോ? ഇതെന്തോ ഇപ്പൊ എനക്ക് വേണ്ടിട്ട് ചെയ്യുന്ന ആൾക്കുണ്ടല്ലോ. അതായിപ്പോ ഇന്നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ അത് നീ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതാണേ. എന്റെ പിള്ളേച്ച ഇവിടുത്തെ തേവർക്ക് എന്തിനാ നിങ്ങളെ സ്വർണ്ണക്കൊടി വരും? അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കും. ഇനിയിപ്പം വേണം തന്നെ വെച്ചോ. 1 പൈസക്കാരോടെ ഇല്ലെന്ന് കരയോങ്കാരും മാത്രം വിചാരിച്ച പോലെ നല്ല പുഷ്പം പോലെ സാധിച്ചെടുത്തുള്ള സ്വർണ്ണക്കൊടി വരും. അതും വെട്ടിട്ട് ഇവിടുത്തെ പാവങ്ങളെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ വരുന്ന 2 ആളും കൂടെ. അടങ്ങി ഇരിക്കേണ്ടതാണോ? സമാധാനം ഇരിക്കേ.
ഓമനക്കുട്ടനിലേക്ക് അവിശ്വാസം ഇത്തിരി കൂടിയിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ഇത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ ഇനി അതും പറഞ്ഞിട്ടായിക്കോട്ടെ. അതിന്റെ ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ. പൈസ തന്നെ വേണ്ടിയെന്ന് പൈസ ഇല്ലാത്തതിന്റെ കുറവല്ലേ. നിങ്ങൾ കാര്യം വന്ന സ്ഥിതിക്ക് ഒരു 100 റുപ്യ കുറിച്ചാണ് അല്ല വേണ്ട. എന്നാ ഒരു 300 കുറിച്ചാണ്. ബാക്കി നമുക്ക് പിന്നോട്ട് നാണോ നിന്നോടെ ഞാൻ പറഞ്ഞ അടങ്ങിയിരിക്കാൻ ചോദിക്കാനും പറയാനും ഞാൻ വേണ്ടിയുണ്ടെന്ന്. ഈനെ കൊണ്ട് എന്താകാനാ എന്റെ ഓമനക്കുട്ടൻ ചെയ്യും? ചേട്ടാ എന്നാലും ബമ്പർ എടുക്ക് ചേട്ടാ. അടിച്ച 25 കോടിയാ. അതൊരെണ്ണം എടുത്തോളിന്ന്. ബംഗാളിയല്ലേ ചേട്ടാ, അസാമിയമേ. അതിപ്പോ ഇവിടെ എല്ലാരും ബംഗാളികളല്ലേ? അല്ല നാരായണ, നീ എന്തിനാ ഈ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും വഴി കെട്ടാൻ പോന്നേ? അല്ല പിള്ളേച്ച, എവിടെ തിരിഞ്ഞാലും വിറ്റങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുമെന്ന് ആർക്കറിയാം? ആണപ്പാ അല്ല അന്റെ കെട്ടിയോൾ ഇപ്പോഴും ഗൾഫിൽ തന്നെയല്ലേ? അല്ലേ? അങ്ങനെ ചോദിക്കാനും ചേട്ടാ. ആ ബൈറ്റി, നീ എപ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നത്? ചേട്ടാ ഞാന് ഇന്നലെ ചേട്ടാ. ഇപ്പൊ ഈ വഴിക്ക് കാണാനൊന്നുമില്ലല്ലോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാ. ഹലോ, അതേടി. ആ മാർക്കറ്റിലാ. എന്താ മുരിങ്ങക്ക വാങ്ങിക്കണം? ഈ തിരക്കുള്ള സമയത്ത് മുരിങ്ങക്ക ഇവിടെ അല്ലെങ്കിൽ ഈ വയസ്സുകാലത്തിന് ഇപ്പൊ മുരിങ്ങക്ക വാങ്ങണ്ട. ആ പശുപാല എന്തായി പിരിവൊക്കെ? ഓ അതാ അതിന്റെ പാട്ടെങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതെന്തിനാ? അതിന്റെ ആവശ്യമില്ല. ഇതാ താനൊരു ചീട്ട് കയറിക്കോ. 500 രൂപ വെച്ചോ. 500 രൂപ അത് താൻ തന്നെ വെച്ചോ. മാസാവസാനല്ലേ പെൻഷൻ കാശൊക്കെ തീർന്നു കാണും. നാണേ വാ നമുക്കങ്ങ് പോവാ. അല്ലടാ വെച്ചോ, 2 ദിവസം കഴിഞ്ഞ ബാങ്കിൽ കാശ് വരും. വേണ്ട നാലപ്പാടാ, ഈ പിച്ച കാശ് തന്റെ ഇടയ്ക്ക് കാണൂലെന്ന് അറിയാം. ഞങ്ങളെ ദേഹലതയുടെ അടുത്ത് വാങ്ങിച്ചോളാം. ഒന്ന് ഓർമ്മിപ്പിക്കാൻ മറക്കണ്ട. കോമലക്കുട്ടഞ്ചി ആ ബർഫിന്റെ കാശൊക്കെ പറ്റിലെഴുതിക്കോ. അതെപ്പോ പറ്റി തന്നെയല്ലേ? ഒരു 500 ഞാൻ ചീട്ടാക്കിയിട്ടുണ്ട്. अनूप सेठा बेकले बेकले 500 मुझे दे दो, मैं लॉटरी दे दूंगा. അടിച്ചാ സേട്ടിന് 25 കോടി. എനിക്ക് ഒരു കോടിയും വേണ്ടടാ, കുറച്ച് മനസ്സമാധാനം തന്നാ മതി. നീ ഒന്ന് പോടാ ചെറുക്കൻ. അല്ലാതെ നിങ്ങൾക്ക് അതൊരെണ്ണം എടുക്കും. ഈ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നിങ്ങളെ കൊണ്ട് പോയി ആ ചെക്കൻ എന്നെ കിട്ടിക്കോട്ടെ. എന്റെ ഓമനെ 500 രൂപയുടെ ടിക്കറ്റ് ആവാൻ പറയുന്നത്. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്കണേ. എപ്പോഴും നോക്കിയാൽ ഈ പിച്ചത്തരെ പറയും. ഒരു 500 റുപ്യല്ലേ പോയാ പോട്ടേന്ന്. പെൻഷൻ പൈസ ഒരുപാട് വരുന്നില്ല, പിന്നെന്തായത് എടുത്ത് എനിക്ക് എന്ത് കിട്ടാനാണ്? എന്നാലും തരക്കില്ലെന്നാ ഞാൻ കേട്ടെടുത്തോളൂ. അല്ല അത് നിങ്ങളെ പെൻഷൻ പൈസ കൊണ്ടല്ലോ കുടുംബം കഴിയുന്നേ ആണോ? അല്ലല്ലോ. ഇനി ഇവിടെ നിങ്ങൾ 9-ാം ഭാവങ്ങൾ ഇവിടെ തെളിഞ്ഞാലോ. 25 കോടിയുടെ ഭാഗ്യാട്ടാ. പിന്നെ ചേട്ടൻ ആരാ? അനൂപ് ചേട്ടൻ ആരാ? സന്തോഷം ചേട്ടാ, സന്തോഷം. അനൂപ് ചേട്ടാ നോക്കണ്ട നോക്കണ്ട, ആ ലോട്ടറി ചേട്ടന് തന്നെ. എന്നാ നിനക്ക് തന്നെ അത് വെച്ചാ പോരായിരുന്നു. പോയാ പോയി. അല്ലോമനെ നിനക്കില്ലേ ആ സാധനം? എന്ത് സാധനമോ? 9-ാം ഭാവം. നമ്മക്ക് എന്ത് ഭാവോ? നമ്മക്കൊരു ഭാവവും ഇല്ല, ഒരു ഭാഗ്യവും ഇല്ല. അല്ല അതെല്ലാം പോട്ടെ, നിങ്ങളെന്തോ സിറ്റിയിൽ ഫ്ലാറ്റ് വാങ്ങിക്കുന്നുണ്ടെന്നോ താമസം മാറുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടിക്കല്ലോ. നിങ്ങളിപ്പോ മാറുന്നത്? ആര് പറഞ്ഞു? ശങ്കരൻ കുഞ്ഞ്. ശങ്കുവോ? അവ അങ്ങനെ പറയില്ലല്ലോ. ഓ അപ്പൊ വീട്ടിൽ വലിയ കാര്യമായിട്ടൊന്നും മിണ്ടാറും പറയാറൊന്നുമില്ല അല്ലേ? അല്ലേ അല്ലേ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് അറിയാം, അതുകൊണ്ടല്ലേ മിണ്ടാത്ത. ഓടാ ചുമ്മാ വെറുതെ എന്തെങ്കിലും പറയും. നിങ്ങളല്ലാണ്ട് ഈ നാട്ടും പുറത്ത് കയ്യോന്ന് അത് എല്ലാം ഉണ്ടായിട്ട് അതിന് ഈടെന്താടാ കുറവ്? വീട്ടിലാണെങ്കിൽ ആളൊന്നുക്ക് ഓരോ വണ്ടിയുണ്ട്. ഇനിയിപ്പോ ഒന്ന് ടൗണിൽ പോയിട്ട് വരാന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ. ശംഖു ദിവസവും രാവിലെ ഓഫീസിൽ പോയിട്ട് വരുന്നതല്ലേ? നിങ്ങൾ പണ്ടേ ഒരു പഴഞ്ചില. ഞങ്ങളെ കാണാൻ തുടങ്ങി എത്ര കാലമായി. നിങ്ങൾ നോക്കിക്കോ, വിളിച്ചോളി സാധനം എല്ലാം ഉണ്ടോന്ന് നോക്കിക്കോളൂ. നിങ്ങളെ കാണാൻ തുടങ്ങി ദിവസത്തിലേ. അല്ല ശങ്കരൻ കുഞ്ഞ് നിങ്ങളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകും.
നമസ്കാരം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം ബമ്പർ 2023 ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത്, ബഹുമാനപ്പെട്ട നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് IAS എന്നിവരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന് മുന്നോടിയായി പൂജാ ബമ്പർ പ്രകാശന ചടങ്ങും ഈ വേദിയിൽ നടക്കുകയാണ്. പൂജാ ബമ്പർ ആകർഷകമായ സമാന ഘടനയുമായാണ് എത്തുന്നത്. പൂജാ ബമ്പർ ഭാഗ്യക്കുറി പ്രകാശന ചടങ്ങ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർക്ക് ടിക്കറ്റിന്റെ ബ്ലോ അപ്പ് നൽകി നിർവഹിക്കുകയാണ്. ഒന്ന് സ്വൈര്യതാ മനുഷ്യ. ഓണം ബമ്പറിന്റെ റിസൾട്ട് ഇപ്പം വരും. ഓണം ബമ്പർ റിസൾട്ട് എന്താ ഞങ്ങൾ കിട്ടൂലേ? കുടുംബശ്രീക്കാരെല്ലാരും പിരിവിട്ടെടുത്തതാ 7000 രൂപയ്ക്ക്. അതേ എല്ലാ ജില്ലയിലും ഓരോന്ന് വീതം. അതുകൊണ്ട് എല്ലാ ഇപ്പോഴും കുടുംബശ്രീ മനുഷ്യങ്ങളൊന്ന് അപ്പുറത്ത് പോയാട്ടെ. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെ കൂടാതെ ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സർക്കാർ ബമ്പറടിച്ച പ്രഭാകര അതിർത്തി വരൂ. എന്താ നാമനിശ ഞാൻ അപ്പുറത്ത് പോകാൻ പറഞ്ഞു. എന്നോട് പോയി 2 ചായ എടുത്ത് കൊണ്ടുപോവാ. അഡ്വക്കേറ്റ് ശോഭിക റാണി ശങ്കരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഒരു ടിക്കറ്റ് എടുത്ത് ഇതെങ്ങനെ അടിക്കോ? ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ മെഡിമിക്സ് ആയുർവേദ ടോയ്ലറ്റ് സോപ്പ്, പ്രകൃതിയുടെ സൗന്ദര്യ സഹായി. പറയാമോ നീ 246357 കോടി ന്യൂസുകാർ ഇതിന്റെ പുറകെ തന്നെ പണം മേടിച്ച് പന്തം 25 കോടി ഭാഗ്യം വിറ്റത്. ഞെട്ടിക്കുന്ന വിവരം, 25 കോടി ഭാഗ്യം വിറ്റത് അതിഥി തൊഴിലാളി. കൈവേലിക്കാരിലെ ലോട്ടറി ഏജൻസി ഓം ഹ്രീം ലക്കി സ്റ്റാറിൽ നിന്ന് ലോട്ടറി എടുത്തു വിറ്റ അൻസുമാബോ സമത്താരിയാണ് ആ അതിഥി തൊഴിലാളി. ഞങ്ങൾ റിപ്പോർട്ടർ ലൈനിൽ ചേരുന്നു. മനീഷ്, പറയൂ, നിങ്ങൾക്ക് ആ ഭാഗ്യശാലിയെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടോ? കൈവേലിക്കാരിൽ നിന്ന് ഈ വട്ടം ലോട്ടറി എടുത്തു വിറ്റ ആ അതിഥി തൊഴിലാളി അൻസുമാബോ സമത്താരിൽ നിന്ന് ലോട്ടറി അറിയുന്ന ആർക്കും അടിക്കല്ലേ. അഹങ്കാരം കാണാൻ പറ്റൂല. അതുകൊണ്ടാ ജംഷി ഞാനിപ്പോ നിൽക്കുന്നത് ഭാഗ്യദേവതയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം കവിഞ്ഞൊഴുകുന്ന കൈവേലിക്കര എന്ന സ്ഥലത്താണ്. ഈ കാണുന്ന ഓം ഭീം ലക്കി സ്റ്റാർ എന്ന ഏജൻസിയിൽ നിന്നാണ് അൻസുമാബോ സമത്താരി എന്ന വ്യക്തി എന്ന അതിഥി തൊഴിലാളി ലോട്ടറി എടുത്ത് വിറ്റിരിക്കുന്നത്. ഇതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ആദ്യമായി അൻസുമ. പറയൂ അൻസുമ, ആരാണ് ആ ഭാഗ്യശാലി? കോനെ वो भाग्यशाली? मैं भाग्यशाली नहीं हूँ, मैं बैठी हूँ, मैं आसामी वाला हूँ. ഞാൻ കുറേ ലോട്ടറി വിറ്റിട്ടുണ്ട്. പക്ഷേ ഈ ലോട്ടറി വിറ്റപ്പോഴേ മുझे मालूम എന്റെ ലോട്ടറി ജയിക്കും. നടന്നു. ഇത് മന്ത്രമില്ല, മായാജാലമില്ല. താൻ വിറ്റ ലോട്ടറിക്ക് 25 കോടി അടിക്കുമെന്നോ ഉറപ്പോട് കൂടിയാണ് അൻസുമ ലോട്ടറി എടുത്ത് വിറ്റിരിക്കുന്നത്. കാത്തിരിപ്പ് അവസാനിക്കാറായി. ഇനിയെങ്കിലും ബത്താവോ അൻസുമ, ആരാണ് ആ ഭാഗ്യശാലി? പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ഇത്തവണത്തെ ലോട്ടറി റിസൾട്ട് വന്നിരിക്കുന്നു. ആരാണ് ആ ഭാഗ്യശാലി? അല്പസമയത്തിനകം ആരാണ് ആ ഭാഗ്യശാലി എന്നത് നമുക്ക് അറിയാനായേക്കും. ബമ്പർ ഭാഗ്യശാലി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ വർഷത്തെ ഓണം ബമ്പർ റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. SE 246357, SE 246357. എന്താടി? അച്ഛനെ
മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ ബാബു ബാബു ബാബുട്ടാ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ വഴക്ക വെള്ളരിക്ക കത്തേരിക്ക കൂട്ട് ഒന്ന് കൊട്ടൊന്ന് മുറുകിട്ടപ്പാ. ഒന്ന് നോ ഒന്ന് ഇത് ആളുണ്ടോ നോക്കാൻ ഒരാളുണ്ട് ഓരോ അനൂന്നാലപ്പാടൻക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കൈവേലക്കാരുടെ ഓമനപുത്രൻ ആവേശത്തിമിർപ്പ് ശ്രീമാൻ അനൂപ് നാലപ്പാടഞ്ചിക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഉള്ളവന്റെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കണം. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ ഈ ഉള്ളവന്റെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പൊന്നാടയിട്ട് ആദരിക്കാൻ പോവുകയാണ്. പൊന്നാട വേണ്ടുന്ന പോലെ കാണുന്ന അറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചു ഉള്ളൂ കേട്ടോ. എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ് എന്താ വെച്ചിരിക്കുന്നത്? ഇതെന്താ ഒന്നും അറിയാത്ത മാതിരി ഇന്നില്ല ഈ ബംഗാളിന്റെ കൈമന്ന് ഈ ചെക്കന്റെ കൈമന്നല്ലേ ബമ്പർ എടുത്തത്. അതിന് തൊട്ട് മുമ്പേ ഞാൻ എടുക്കേണ്ട ബമ്പറാണ്. കൈവേലത്തേവരെ ആവശ്യക്കാർക്ക് അടിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എടുക്കാണ്ട് പോയ ബമ്പറാ. ബംഗാളി എന്ന് പറഞ്ഞ് രണ്ടാളെന്നെ ഓടിച്ചില്ലേ? ഞാൻ മറന്നിട്ടില്ല. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണം. ഇന്നലെ 500 ഞാൻ കൊടിമരത്തിന്റെ പിരിവിന്റെ കണക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുക. ചട്ടിയിലെ കാശ് വേണ്ടെന്നും പറഞ്ഞു പോയത് ദേവന് തന്നതാണ്. ഈ നിൽക്കുന്ന ആസാമിയാണോ എന്റെ ദേവന്? എടാ പൈറ്റി, നീ ഇങ്ങോട്ട് വന്നേ. ഇത് നിനക്കിരിക്കുന്നതാ. എനക്കൊന്നുമില്ലെങ്കിലും സാറില്ല, നമ്മളെ കൊടിമരുന്നിനെങ്കിലും എന്തെങ്കിലും. എന്റെ പശുപാല, ഈ ലോട്ടറി അടിച്ചാൽ അത് പിറ്റേ ദിവസം ഒന്നും കിട്ടില്ല. സർക്കാർ കാര്യല്ലേ. ഈ നികുതിയൊക്കെ പിടിച്ച് ബാങ്കിൽ കാശ് വന്ന് വീണെങ്കിൽ ഒരു 1.5 മാസം എടുക്കും. ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കാശ് വരട്ടെ, നമുക്ക് ആലോചിക്കാം. അത് മതി, അല്ലെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്. നാളെ വാടാ, നമുക്കൊക്കെ പോവാ. ശരി ശരി ശരി.
കുറച്ച് മുരിങ്ങക്കായ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല വേണ്ട, ചേച്ചിക്ക് വേണ്ട. ചേച്ചി മുരിങ്ങക്കായ ഞാൻ ഇറങ്ങട്ടെ. എല്ലാരും പോയി. എന്റെ അനൂപ് ചേട്ടാ ഇപ്പഴാ ഒന്ന് സദാമാനമായത്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണപ്പെൺ. ഇതാണ് സമാധാനം. എടാ, ഇനിയാണ് സമാധാനക്കേട് കാണാൻ പോകുന്നത്. വീടിന്റെ പണിയാൻ മുടങ്ങിയിട്ട് കൊറേ ആളായി. കയ്യിലച്ച ഒരു 5 ചെമ്പില്ല. അനൂപ് സാറേ ഒന്ന് സഹായിക്കണ്ട. സ്വർണ്ണക്കൊടി പേരത്തിന്റെ കാര്യം മറക്കണ്ട. അനൂപ് സാറെ വിശ്വസിച്ചിട്ടാ ഞങ്ങളുടെ ഇരിപ്പ്. എനിക്കൊരു അരഞ്ഞാനയുടെ പൂതിയുണ്ട്. പണ്ടേലും പണ്ടത്തെ കച്ചവടമൊന്നും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഏട്ടാ, നമുക്ക് ആദ്യം ഒരു കാറ് വാങ്ങാം കേട്ടാ. നമുക്ക് ജാഗാർ വാങ്ങാ. BMW മതി. അതാ ലുക്ക്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നീ ഒന്നെനിക്ക് നോക്കിട്ട് പറഞ്ഞേ. അല്ല, ഇതിപ്പോ എത്ര റേറ്റ് ഉണ്ടോ? 30 ലക്ഷം. അതൊക്കെ കുറഞ്ഞുപോയി. ഒരു 1.5 കോടിക്ക് ആവട്ടെ. പൈസ ഒന്നും ഒരു മാറ്റർ അല്ല. നീ എനിക്ക് വാട്സാപ്പിൽ അയച്ചാട്ടോ, ഞാൻ തിരിച്ചു വിളിക്കാം. ആ ഓക്കെ. ശങ്കർ എണീറ്റേ. കുറച്ചുകൂടി കഴിയട്ടെ. സമയം എത്രയാ? ഇന്ന് ഓഫീസിൽ നിന്ന് പോണ്ടേ? ലീവല്ലേ? ലീവോ? എന്തിന്? ഇന്നല്ലേ അച്ഛന് ലോട്ടറി അടിച്ച പൈസ അക്കൗണ്ടിൽ വരുന്ന ദിവസം. ആണല്ലേ? ഞാനിതെങ്ങനെ മറന്നേ? നീ മറക്കും മോളെ, എനിക്കത് മറക്കാനൊന്നും പറ്റൂല. അതെ, ഞാൻ ലീവ് എടുത്തില്ലേ, നാട്ടുകാർ തിണ്ടികൾ മുഴുവൻ ഇവിടെ കയറുന്നതാണ്. അത് ശരി. ചായ. നീ എന്താ ചായ കേട്ട്? അച്ഛൻ ആടിന്ന് കാണുന്നില്ല. ഞാനും കയറി ഉണ്ടാക്കി. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നീ പ്രത്യേകം പറയണ്ട. വേണേ കുടിച്ചാ മതി. അച്ഛടെ പോയി. എനക്കറിയില്ല. രാവിലെ എവിടെയോ പോയതാ. ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോ അതും ഞാൻ ഉണ്ടാക്കേണ്ടി വരുമോ? അയ്യോ അയ്യടാ, തന്നെ തന്നെ ഉണ്ടാക്കിക്കോ. അതെ, അച്ഛൻ ചിലപ്പോ അമ്പലത്തിൽ പോയതേ. ഓ, ഭക്തി ഭക്തി. എടീന്ന് പൈസ വരുന്ന ദിവസല്ലേ? അതെന്നെ മനസ്സിലായി. മക്കളെ ചതിച്ചടാ. എടാ ശങ്കരാ, അമ്മേ ഒന്ന് പോടി അവിടുന്ന്. മനുഷ്യരുടെ നെഞ്ഞ് കത്തിരിക്കുമ്പോൾ ശങ്കർ അച്ഛനെ കാണാനില്ല. അതായിപ്പോ ഞങ്ങള് പറഞ്ഞു, അച്ഛൻ ചിലപ്പോ അമ്പലത്തിൽ പോയായിരിക്കും. അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചിട്ട് ഓരോ മൊബൈൽ ഒന്ന് വിളിച്ചു നോക്കി. അത് സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫോ? ആ മോളെ, ബാങ്കിൽ വിളിച്ചപ്പോ രാവിലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പൈസ എടുത്ത് പോയി എന്നാ പറഞ്ഞേ. അമ്മ എങ്ങനെ തമാശ പറയല്ലേ? അച്ഛൻ പൈസ എടുത്ത് ബാഗ് ക്ലോസ് ചെയ്ത് ഏടെ പോകാനാ? എന്റെ BMW പോയേ. ബമ്പർ ജേതാവിന്റെ തിരോധാനം നാടിനെ നടുക്കിയിട്ടതാ 2 ദിവസം. കോടിക്കണക്കിന് രൂപയുമായി ബാങ്കിൽ നിന്നിറങ്ങിയ അനൂപ് കാണാമറയത്ത് തുടരുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കളഞ്ഞു കിട്ടിയ അനൂപിന്റെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. ഇനി നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് കിടക്കാം. ഇതിപ്പോ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയായിട്ടല്ലേ കാണുന്നത്? നമ്മുടെ അനൂപ് എവിടെ? നമുക്കത് അറിയണം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് അടിച്ച് ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? നമുക്ക് അതും അറിയണം. അല്ല, വല്ല ടെററിസ്റ്റ് അറ്റാക്ക് ആണോ ഇത്? അതും നമുക്കറിയണം. എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഇവിടെ രാഷ്ട്രപതി ഭരണം വന്നേ പറ്റൂ. അയ്യോ, എന്റെ പൊന്നും കൂടെ
വന്നില്ല എന്നാ ഞാനും അതെ അനുപേട്ടൻ വന്നിട്ടില്ലെന്ന്. അതിവിടെ കുറെ നാട്ടുകാരും പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ആ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആള് ആ കൂടുതലുണ്ടോ? കൃഷ്ണൻകുട്ടാ, അതൊന്നും എനിക്കറിയില്ല. ഞാന് ഫോണ് സ്പീക്കറിലിടാമേ. ഇതേ എന്റെ പ്രഭാകരനേട്ടനാ, അങ്ങ് അതിർത്തിന്നാ. ഇതാ അനൂപിന്റെ മഹത്വം നാട്ടുകാർ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങ് അതിർത്തിയിൽ നിന്ന് വരെ അനൂപിനെ തേടിയുള്ള ഫോൺ കോൾ എത്തിയിരിക്കുകയാണ്. പറയൂ സാർ, എന്താണ് പറയാനുള്ളത്? നമസ്തേ ജി. നമസ്തേ. ഞാൻ ഹവിൽദാർ പ്രഭാകരൻ. ഞങ്ങൾ ഒരു പാത്രത്തുണ്ട് വളർന്നവരാണ്, ഞാനും അനൂപും. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി അവൻ. ഞാൻ അവിടെ ഇല്ലാത്ത ഒരു കുറവും അറിയിക്കാതെ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ സഹായവും ചെയ്തിട്ടുന്ന ആളാ അനൂപ്. മേരാ ദോസ്ത്. അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മേ മാർ ഡാലൂങ്ക. അയ്യോ സാറേ, ഞാനിവിടെ അതിർത്തിയിലായതുകൊണ്ട് എപ്പോഴും വെടിവെപ്പണേ. എന്നാ പിന്നെ വിളിക്കാം. അതിർത്തിയിൽ പ്രഭാകരൻ വെടിവെപ്പ് നടത്തുമ്പോൾ ഇവിടുത്തെ ചേട്ടാ എന്താ പറയുള്ളത്? പറയൂ. ഈ ഞാനാ അദ്ദേഹത്തെ ബമ്പറെടുക്കാൻ നിർബന്ധിച്ചോട്ടോ. പിന്നെ എൻ്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ബമ്പർ എടുത്തേനെ. പിന്നെ അനുവട്ടം 9-ാം ഭാഗം അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അന്ന് ബമ്പറടിച്ചിട്ട് അന്ന് വൈകുന്നേരം എൻ്റെ കടയിൽ ഓമനെ എന്ന് പറഞ്ഞു കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഓമനെ. സാധാരണ ഓമനെ എന്ന് എന്നെ സ്നേഹത്തോട് വിളിക്കുന്ന ഓമനെ നമ്മളെ കടയിൽ ഒന്ന് മൊഞ്ചാക്കണം, വലുതാക്കണം. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താപ്പാ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലപ്പാ. അല്ലല്ല, ഇത്രയും വലിയ ബമ്പർ അടിച്ചിട്ട് ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ ഞാനും നാട്ടുകാരനെ എന്നോട് ഇങ്ങോട്ട്. അദ്ദേഹം ഭയങ്കര നിർബന്ധം പിടിച്ച ഒരാൾ, നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അദ്ദേഹം. കൈവേലിക്കർ തേവർക്ക് സ്വർണ്ണക്കൊടിമരം നേർന്നതാ അനൂപ് ജി. സ്വർണ്ണക്കൊടിമരം ഒറ്റയ്ക്ക് സ്ഥാപിക്കാമെന്നായിരുന്നു ശ്രീ അനൂപിന്റെ വാഗ്ദാനം. അതെ അതെ അതെ. പക്ഷേ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ വേണ്ടെന്ന് തന്നെയാ പറഞ്ഞിനി. പക്ഷെ അങ്ങേർക്ക് ഒരേ നിർബന്ധം. കൈവേലിക്കർ തേവർക്ക് താൻ ബമ്പർ അടിച്ച കാശുകൊണ്ട് സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കാൻ മുതിർന്ന ഒരു തികഞ്ഞ ഭക്തനെയാണ് ഈ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ അനൂപിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ നമുക്ക് പറയാനാവത്തില്ല. കാത്തിരിക്കാം. ക്യാമറാമാൻ വേണുവിനോടൊപ്പം മനീഷ് മണവാളൻ, യെല്ലോ ന്യൂസ്. എടാ വേണുവേ, അപ്പുറത്തെ ചന്തയിലെ എന്തോ മീൻ കച്ചവടത്തിന്റെ ഹണിറോസ് വന്നിട്ടുണ്ടോ? പോവാ. എല്ലാരും കൂടി ചേർന്ന് ഈ നാട് കുട്ടിച്ചോറാക്കും. സാബ് झूठ बोल रहा है. ग्रीन कलर कलम. എന്റെ തേവരെ, നീ എന്നെ അങ്ങ് രക്ഷിച്ചോടി. ഇയാളെ ഒരു കൂട്ടായി പണിസ്റ്റ. ഒരു വെടക്കെട്ട സ്വഭാവ. പിന്നെ ഈ ഗടിക്ക് തമിഴ്നാട്ടില് വേറെ കുടുംബവും കിടാങ്ങളൊക്കെ ഉണ്ടെന്നാ കേക്കണേ. ഒരു കള്ളവുമില്ല. എന്റെ വടക്കുന്നാഥനാണ് സത്യം. ഉള്ളതാ. എന്റെ വീട് പണിക്ക് തരാൻ കാശ് തികയില്ലാന്ന് ഈ ഗടി അന്ന് എന്നോട് പറഞ്ഞതാ. എന്തുട്ടപ്പൊ തികയാതിരിക്കാൻ? അതെ, നമസ്കാരം. ഇദ്ദേഹം 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹോസ്പിറ്റലോ? അതെ. എന്താ പറ്റിയേ? പറയാം. തല ചുറ്റി വഴിയിൽ കിടന്ന ആളെ ആരോ കൂട്ടിക്കൊടുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഇന്നലെയാണ് ആളാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ബോധം വന്നു. അപ്പൊ വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഡോക്ടർ എന്റെ കൂടെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ആരും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അപ്പോഴേ പോലില്ലേ ബസു സേട്ടാ, വേണ്ടാത്തൊന്നും പോലല്ലാന്ന്. आपने क्या क्या बोला? किडनैप, കൊല്ല और क्या? टेररिस्ट अटैक. എല്ലാടും ഇഞ്ഞല്ലേ പറഞ്ഞേ. അയാൾക്ക് തമിഴ്നാട്ടിൽ വേറെ ഭാര്യ എന്തുട്ട ശരി താനീ പറയുന്നത്? ഇപ്പൊ അതൊന്നും ഒന്നുമില്ലാന്ന് തെളിഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടേ? ഏതായി അമ്മച്ചി? ആരാ സ്ത്രീ? ഇത് സ്നേഹലത, ഈ ഇരിക്കുന്ന അനൂപ്ജിയുടെ ഭാര്യ. മരുമകള്. ഇത് മകൻ ശങ്കരൻ. അതെ,
ഏതായാലും നിങ്ങളെ കണ്ടത് നന്നായി. എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടേ. വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു തകരാറ് പറ്റി. എന്ന് കേൾക്കൂ. അതെ, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാതെ സന്തോഷിപ്പിച്ച് സമാധാനിച്ച് നിർത്തിയാൽ മതി. ഓർമ്മ പെട്ടെന്ന് തിരിച്ചു കിട്ടും കേട്ടാ. അനൂപ് സാർ, ഇത് സാറിന്റെ ഭാര്യ സ്നേഹലത ചേച്ചി. ഇത് സാറിന്റെ മരുമകൾ അമല. പിന്നെ സാർ, ഇതാണ് സാറിന്റെ മകൻ ശംഖു. ശംഖു എന്ത് പേരാണ് അത്? ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് ഇടാൻ പറ്റിയ പേരാ? ഏത് വിവരദോഷിയാണ് ആ പേരിട്ടത്? അച്ഛനല്ലേ എനിക്ക് ശങ്കരന്റെ പേരിട്ട്. ആണോ? ഇവിടെ താരം കൊണ്ട് വന്നു. ആരാണ് ഇവിടെ അനൂപ് സാർ? ഞാനാ അനൂപ് സാർ. എന്റെ പേര് അയ്യോ സാർ, അനൂപ് സാറല്ല, അനൂപ്. അത്രയോ? അല്ല, അപ്പൊ ഈ പൈസ? അയ്യോ, പൈസ ഓർമ്മിച്ചിട്ടുണ്ടായി. 23,425 രൂപ ഹോസ്പിറ്റൽ ബില്ലാണ്, ട്രീറ്റ്മെന്റ്. പിന്നെ സാറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ടാക്സി ചാർജ് 1,550. അങ്ങനെ മൊത്തം 24,125. ക്യാഷ് ആയിട്ട് മതി എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. അയ്യോ സാറേ, ആ പൈസയുടെ കാര്യമല്ല. ഇവൻ ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോയ പൈസയുടെ കാര്യ ചോദിക്കുന്നേ. പോകുമ്പോ കൊണ്ടുപോയ പൈസ വേണ്ടാത്തൊന്നും പറയല്ലേ. ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കൂട്ടുകൊണ്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഈ പൈസ എന്ന് പറയുമ്പോ അതെ, ലോട്ടറി അടിച്ച പൈസ മുഴുവൻ അച്ഛൻ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടല്ലേ ഇവിടുന്ന് പോയത്. മുഴുവനത്തെ പറഞ്ഞ 17,500 കോടി. നിങ്ങളെന്തായി പറയണേ? അയ്യോ, എന്റെ അരഞ്ഞാണം പോയി. കടേന്റെ കാര്യം കൗതാളത്തിലായല്ലോ. ഇതിന്റെ കാര്യം നടക്കൂലെന്നാ തോന്നുന്നു. സ്വർണ്ണക്കൊടി മേലെ ഗോവിന്ദ. പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഒരു വലിയ ബാഗാണ്. വലിയ ബാഗിൽ എടുത്തു വെച്ച ഒരു കറുത്ത ബാഗ്. കറുത്തതാണ് ചോന്നതാണ്? അച്ഛനല്ലേ അത് അറിയോ? വലിയ ബാഗ്. ഞാനത് ഇങ്ങനെ എടുത്തു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. അല്ല, അതെ, ആ പൈസ കിട്ടുന്ന എനിക്കങ്ങ് പോകായിരുന്നു. യശോദേ, ഇങ്ങോട്ട് വന്ന നീയാണടാ എനിക്ക് ബമ്പർ ടിക്കറ്റ് തന്ന? 25 കോടി ഓണം ബമ്പർ ഞാൻ തന്നില്ലേ? അപ്പൊ ഇതെന്താടാ? ഇത് പൂജാ ബമ്പർ ചേട്ടാ. 300 രൂപയുള്ളൂ. 300 രൂപയാ? 300 രൂപയ്ക്ക് ആരെങ്കിലും ടിക്കറ്റ് എടുക്കുവോ? അയ്യോ, ഇത്രയും കാശ് വെച്ചിട്ട് ആരെങ്കിലും ബമ്പർ എടുക്കുവോ? കൊടുക്കാനുള്ള കാശാണ്. ഇങ്ങോട്ട് വന്നേ, ഇത് നീ വെച്ചോ. എന്നിട്ടേ ഈ ബമ്പർ ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഓരോന്ന് കൊടുത്തോ. ഇതിൽ ബാക്കിയുള്ളത് നീ എടുത്തോ. എനിക്ക് ഒരു ചായ കിട്ടണം, വല്ല മാർഗം ഉണ്ടാവോ? അല്ലെങ്കിൽ ബൂസ്റ്റ് ആയിക്കോട്ടെ. അല്ലേ യശോദേ? ബൂസ്റ്റ് ജാനകി. മോനെ, നീ ഒന്ന് വന്നിട്ടേ അച്ഛന്റെ തലയൊന്ന് മസാജ് ചെയ്ത് തരുവോടാ. അച്ഛാ, എനിക്ക് ഓഫീസിൽ പോവാൻ സമയച്ചാ. ഞാൻ അല്ല, ഒന്ന് മസാജ് ചെയ്യടാ. പിന്നെ മരുമോളുടെ പേരെന്താ പറഞ്ഞേ?
അമല മരുമോളെ, മോളെ അച്ഛന്റെ കാലിന്റെ ഉപ്പുറ്റി ഒന്ന് ഒഴിഞ്ഞു തരുമോ? ഭയങ്കര വേദന. അവനൊന്ന് കാല് ഒഴിഞ്ഞു കൊടുക്കാം. മോളെ അങ്ങനെ 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 മോളെ മോളെ ഈ ഉപ്പൂറ്റി ഉപ്പൂറ്റി എന്ന് പറഞ്ഞത് എവിടെയാന്ന് അറിയോ മോക്ക്? ചായ ബൂസ്റ്റ്. എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ. അപ്പൊ ഇതാണ് മരുമോളുടെ യൂട്യൂബ് ചാനൽ. അതെ അച്ഛാ. പിന്നീണ്ടല്ലോ ഒരു 5K സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ്ടല്ലോ 1 മില്യൺ അടിക്കും. എന്താവും 1 മില്യൺ? ഒരു കാര്യം പറയട്ടെ. അതെ, ഇന്ന് രാത്രി അത്താഴം മോൾ ഉണ്ടാക്കിയാ മതി. പൊരിച്ച കോഴി ചപ്പാത്തി, എന്നിട്ട് അത് യൂട്യൂബിൽ ഇട്ടു. നല്ല രസമായിരിക്കും. ഞാനാണെങ്കിൽ പൊരിച്ച കോഴി തിന്നിട്ട് കാലം കുറെ ആയി. എന്നിട്ട് വേണം കൊളസ്ട്രോൾ കൂട്ടാൻ. ഓ പിന്നെ ആണ്ടിൽ ഒരിക്കലോ സംക്രാന്തിക്ക് ഒരു കോഴിക്കാര് തിന്നു വെച്ചിട്ട് ഒന്നും കൊളസ്ട്രോൾ ഒന്നും കൂടില്ല. എന്നെ കൊണ്ട് പറ്റും മോളെ, നിക്ക്. നിങ്ങള് പറഞ്ഞ പരിപ്പ് വട. പരിപ്പ് വടയാ? ഞാൻ ഉള്ളിവട എന്നല്ലേ പറഞ്ഞേ? ഉള്ളിവട ഞാൻ പിന്നെ ഉണ്ടാക്കി തരാം. ഇപ്പൊ ശങ്കു, നീ ഇതേടെ പോർക്കാറ്റു? ഓഫീസിൽ പോയതല്ലേ? ഓ ഞാനതങ്ങ് മറന്നു. ഒരു ഭാര്യ കൊള്ളാലോ. ഈ ടേസ്റ്റ് ഞാൻ പണ്ടങ്ങോ കഴിച്ച ഒരു ഓർമ്മ. അച്ഛന് ഓർമ്മ? നല്ല ഓർമ്മ. അച്ഛാ, അമ്മേ നമുക്കിത് എത്ര വയസ്സും പണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മയാ അച്ഛനല്ലേ എടി, അത് നമ്മളെ കെട്ടിട്ട് മുന്നുള്ള കാര്യ. അച്ഛന് ഓർമ്മയുണ്ടല്ലേ? നല്ല ഓർമ്മയുണ്ട്. എങ്കിലേ ഞാനൊന്ന് ഓർത്തൊക്കെ. ആ ബാഗ് എവിടെയാ വെച്ചേ? ബാഗാ? ഏത് ബാഗ്? അച്ഛാ, അച്ഛന് 25 കോടിയുടെ ബമ്പർ ലോട്ടറി അടിച്ചില്ലേ? 17 കോടി ബാങ്കിൽ വന്നു. അത് അതെ, ആ ബാങ്കിൽ വന്നിട്ട് അച്ഛൻ ആ പൈസ മുഴുവനും വിഡ്രോ ചെയ്തു. മോനെ, നിനക്കിത് ഇത്ര ഓർമ്മയില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? എന്താണ് അത്? ഞാനത് ബാഗിലാക്കി കാശ് മുഴുവൻ കൊണ്ട് സൂക്ഷിച്ച് ഒരു കറുത്ത ബാഗിൽ. കറുത്ത ബാഗിലല്ല, അത് ചുവന്ന ബാഗാണ്. അത് അച്ഛനല്ലേ അറിയുള്ളൂ. അച്ഛ ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ബാഗ് എവിടെയാ വെച്ചേ? ഏത് ബാഗ്? അത് അപ്പൊ തന്നെ ചോദിച്ചാ പോലെ. ഞാൻ പറയില്ലേ, ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എവിടെയാ വെച്ചേ? എവിടെയാ? എവിടെയാ? ഈ ഭാര്യ, ഈ മോൻ എന്താ അത്? ഒരു അച്ഛൻ വെച്ച വാഴ മതി. ഒരു ഓർമ്മയില്ല, ഒരു ഇതുമില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞു കൊടുത്തതാ അവന്. മരുമോളെ, മോളല്ലെന്ന് എനിക്ക് പൊരിച്ച കോഴി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. എരിവ് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. അതെല്ലാം ഓർമ്മയുണ്ടല്ലേ? അത് പിന്നെ മരുമോളെ ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റൂല്ലോ മോളെ. അമ്മേ ഒന്ന് സഹായിക്കമ്മേ. നീ പേടിക്കണ്ടേ, അച്ഛൻ എപ്പോഴും മേളത്തിന്റെ ഇൻഷൻ മസാല ഉപയോഗിക്കാം. നീ അത് വെച്ചുണ്ടാക്കും. ഇപ്പോഴത്തെ പിള്ളേരെ ഒരു ഓർമ്മയില്ല. അതെങ്ങനെയാ? എപ്പോഴും ആ ഫോണിൽ വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കല. പിന്നെ എങ്ങനെ ഇതൊക്കെ ഓർമ്മ? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോ. ഹലോ, ആര്? കിർക്കൻകുട്ടിയാ? ഹലോ, ആ ഉണ്ടല്ലോ. ഇത് ഞാൻ ഇപ്പൊ കൊടുക്കാം. നിങ്ങളേതോ ചങ്ങായിയാണ്. ചങ്ങായി? ഏതോ കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടി? വർത്താനം പറ. വർത്താനം പറ. ഇത് ഞാനാണ്ടാ, കൃഷ്ണൻകുട്ടി ഫ്രം ചെന്നൈ. അതേടാ,
അന്റെ ഒരേ ഒരു ചങ്ങായി എത്ര കാലായി ഇങ്ങള് കണ്ടിട്ട്. ചങ്ങായി ഇപ്പഴാ ഞാൻ അറിഞ്ഞ ബോംബറടിച്ചൂലേ. ഈ പറഞ്ഞില്ലേലും ഞാൻ അറിയിഷ്ട. ഞാൻ അങ്ങോട്ട് വരിക. എത്ര കഷ്ടപ്പെട്ടിട്ടാ അന്റെ നമ്പർ കിട്ടിയെന്ന് അറിയോ? ഞാൻ അങ്ങോട്ട് വരിക. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇനി മുതൽ അന്റെ ഒരേ ഒരു ചങ്ങായി കൃഷ്ണൻകുട്ടി ഉണ്ടാവൂ. ഉണ്ടാവും. ആരത്? ചങ്ങായി. ഏത് ചങ്ങായി? കൃഷ്ണൻകുട്ടി എന്നാ പറഞ്ഞ. അങ്ങനെ ഒരു പേര് ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടാവും കൃഷ്ണൻകുട്ടിയല്ല. ഇനി അതേത് മാറണോ എന്തോ. ഓളെ ഇറങ്ങി വരുന്ന ഉറപ്പാണോടാ? അതേന്ന് നമ്മുടെ ആ കലിങ്ങില്ലേ, അവളെ 8 മണിക്ക് കറക്റ്റ് ആ കലിങ്ങിലോട്ട് വരും. അത് നന്നായി. അങ്ങനെ അരിക്കച്ചവടക്കാര് തമിഴ് തെറ്റിയാരെ മോള് ഇനി മുതൽ ചെമ്പ് കരൂപ് എന്നറിയപ്പെടും അല്ലേ? അല്ലടാ, ഓളെയും കൊണ്ട് എങ്ങോട്ട് പോയ പ്ലാൻ? എടാ മദ്രാസിന് ഓളുടെ പേരിൽ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഈ ചെട്ടിയാട് അപ്പൻ കാറ്റടി നടക്കട്ടെ. നീ ഇത് കേക്ക്. ഈ ചെട്ടിയാട് അപ്പൻ ചെട്ടിയാർ ചാതിന് മുന്നേ ഈ കണ്ട സ്വത്തൊക്കെ ഓളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണല്ലോ കത്ത്. എന്നാലും ഈ കൊച്ചു പെണ്ണിന്റെ പേരില് മദ്രാസിൽ സ്ഥല. എടാ ഇന്നലെ ഇതൊക്കെ ഞാൻ പോലും പറയണം. അവിടെ വലിയ വീടൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ എനിക്ക് എന്തൊക്കെ സർപ്രൈസാ കാത്തിരിക്കുന്നെന്ന് ആർക്കറിയാം. എടാ പിന്നെ ഒരു കാര്യം, ഞങ്ങൾ അങ്ങോട്ട് ചെന്നാല് ഓളുടെ തന്ത പിടിക്കും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനോ പോയി. എന്നുവെച്ചാ ഒളിച്ചോടി പോയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ അതല്ലേ ആകെ ഒരു ആശ്വാസം. പ്രേമിക്കുവാണെ നിന്നെ പോലെ പ്രേമിക്കണോ? ഞാനൊക്കെ വെറുതെ ഇവിടെ നടക്കുക. ആകെ സമയമാകുമ്പോ ശരിയായിക്കോളും. എടാ പിന്നെ നീ ഒരു 8 മണിയൊക്കെ ആകുമ്പോ ഓള് വരുന്നിടത്ത് ചെന്നാ മതി. ഞാനോ പിന്നെ ഞാനോ എന്നെ എങ്ങാനും ആരെങ്കിലും കണ്ട പിന്നെ എല്ലാ പ്ലാനും പൊളിയും. എടാ നീ എങ്ങനെയെങ്കിലും മോളെ കൂട്ടിക്കൊണ്ട് വരണം. ഞാനിവിടെ തന്നെ കാണും. എന്നിട്ട് ഈടുന്ന് നേരെ തീവണ്ടി ഓഫീസിലേക്ക്. അവിടെ എത്തിയ ഒരു പ്രശ്നമില്ല മോനെ. എടാ നീ അല്ലാണ്ട് എനിക്ക് പറയാം ആരടാ ഉള്ളേ? നീ അല്ലേ ഒരു ചെങ്ങായി. അതെ എന്നാലും ഓളെ പേരില് മദ്രാസിൽ സ്ഥലം ഉണ്ടെന്നല്ലോ നേരാണോടാ? അതൊക്കെ ഉറപ്പല്ലേ? വേറൊന്നല്ലടാ, നീ കണ്ട നാട്ടിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യാത്തോണ്ടാടാ. ഞാൻ പൊക്കോളാടാ. ഞാനല്ലേ പോണ്ടേ? എന്റെ ഒരേ ഒരു ചങ്ങായല്ലേ ഞാൻ പോയി ഇത് വീട്ടില് കുറച്ച് ഓലയും കൂട്ടിട്ട് ഇങ്ങ് വരാം. നീ ഇവിടെ തന്നെ കാണണടാ. ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ. ഓ എന്റെ ചെമ്മകം. അനുവേ എടാ പിന്നെ എന്താടാ പ്രഭാര? കൃഷ്ണൻകുട്ടി എല്ലാം പറഞ്ഞായിരുന്നു. നീ ഓരെ കണ്ടായിരുന്ന? കൃഷ്ണൻകുട്ടിയും ചെമ്പകത്തെയും കണ്ടാന്നാ? നിങ്ങളിത് എന്തോന്നപ്പ? ഓലിക്ക് രണ്ടാക്കും 9:30 മദ്രാസിൽ തീവണ്ടിക്ക് ഞാനല്ലേ ടിക്കറ്റ് എടുത്തു കൊടുത്തേ. എന്തൊക്കെയാണ് ഈ പറയണേ? അനുഭവ വേണ്ടേ? അനക്ക് എല്ലാവരും ഇഷ്ടം പറഞ്ഞല്ലോ. എന്റെ അടുത്ത് കാശ് മക്കളും പറഞ്ഞു. അല്ലടോ അനുഭവേ, ഈ അല്ലായിരുന്നോ ഓളുടെ പഴയ സെറ്റപ്പ്? ഓനെപ്പോഴ കറക്കി എഴുത്തേ?
കത്ത് ഇങ്ങനെ തരാൻ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കൃഷ്ണൻകുട്ടിയും ചെമ്പകം രണ്ടാളും ഒരുമിച്ചേക്ക് എന്താ ഒരു ചേർച്ച. കാശ് തന്നാല് പോരോ, നേരം വൈകേ. അനക്ക് കാശ് വേണല്ലേ? ഇപ്പൊ തടാ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് ഒരെണ്ണായേ. പോനൊക്കെ പണിതല്ലേ? ഞാൻ പണ്ട് പറഞ്ഞ വിശ്വസിക്കേണ്ടത്. ഇനി പരിസരത്താണ് വരുന്നത്. എൻ്റെ ഒരേ ഒരു ചെങ്ങായിക്ക് എനക്ക് വിഷമുണ്ടാകുമെന്നറിയാം. പക്ഷെ എനക്ക് വേറെ വഴിയില്ലാണ്ടായിപ്പോടാ. എൻ്റെ വീട്ടുകാരെന്നെ പിടിച്ചോണ്ട് പോയി വേറെ കല്യാണം നടത്താൻ പോവാ. അങ്ങനെ കുറേ കള്ളങ്ങൾ ഓളോട് പറയാൻ തയ്യാറാക്കിയിട്ടുണ്ട്. രാത്രി ഇറങ്ങി വന്ന ഓൾക്ക് തിരികെ പോകാൻ ഒക്കൂലല്ലോ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഓൾ എൻ്റെ കൂടെ പോന്നോളും. എല്ലാം ഒത്തു വന്നാൽ നീ കത്ത് വായിക്കുമ്പോൾ ഞാനും എൻ്റെ ചെമ്പകവും വാളയാറ് കടന്നിട്ടുണ്ടാവും. നീ പേടിക്കണ്ട, ഞാൻ ഓളെ ചതിക്കൂലടാ. ഒന്നും ഓല നോക്കിയോളാം. ഇത്രയും സ്വത്തുള്ള വേറെ പെണ്ണിനെ എനിക്കൊരിക്കലും കിട്ടൂല എന്ന് എനക്കറിയാലോ. എനിക്കറിയാം നീ എന്നെ മനസ്സിലാക്കും. യോഗം ഉണ്ടെങ്കിൽ എന്നേലും എവിടെ വെച്ചെങ്കിലും കാണാം. നിനക്ക് എൻ്റെ ചെമ്പകത്തെ പോലെ ഒരുപാട് സ്നേഹവും ഐശ്വര്യവും എല്ലാം ഉള്ള നല്ലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആശംസകൾ, പ്രാർത്ഥനകൾ എന്ന് എൻ്റെ വലിയൊരു ചങ്ങായി കൃഷ്ണൻകുട്ടി. വെള്ളിച്ചില്ലും വിതറി തുള്ളിയൊഴുകും ഒരിതുരച്ചിതറും കാറ്റരുവി പറയാമോ നീ എങ്ങാടു സംഗമം എങ്ങാണു സംഗമം. ചങ്ങായി, ചങ്ങായി, ഇത് ഞാനെന്താ കൃഷ്ണൻകുട്ടി ഫ്രം ചെന്നൈ. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, காதல் அல்ல, காதல் அல்ல, காதல் அல்ல, அதையும் தாண்டி புனிதமானது. ഇതാന്റെ കെട്ടിയോള്. എന്താ പേര്? സ്നേഹലത. ഏട്ടാ മോനെ, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിനക്ക് നല്ല സ്നേഹവും ഐശ്വര്യമുള്ള പെണ്ണിനെ തന്നെ കിട്ടുമെന്ന്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. അനൂപിന് അണ്ണാനഗർ അയ്യപ്പന്റെ അമ്പലത്തിലെ അർച്ചന എത്ര നടത്തിയിട്ടുണ്ട് ഞാനിന്ന് അറിയോ നിങ്ങൾക്ക്? പ്രസാദം. അതുകൊണ്ടല്ലേ ഇപ്പൊ ലോട്ടറി ഒക്കെ കിട്ടിയേ. ലോട്ടറി അടിച്ചിട്ട് കൊറേ ദിവസമായില്ലേ? ഇപ്പൊ ഇതെങ്ങനെയാ അറിഞ്ഞേ? അതാ തമാശന്റെ പെങ്ങള്. കഴിഞ്ഞ മണ്ഡലകാലത്ത് എനിക്ക് മലക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴാ ഒരു യാത്ര തരപ്പെട്ടത്. 18ാം പടിയും ചവിട്ടി അയ്യനെയും തൊഴുത് ഞാൻ ഇങ്ങനെ മല ഇറങ്ങി തരാം. മല, പടി, പടി, മല, കടല, 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 കടല കുറിക്കാൻ വായിച്ചതാ. ആ പയ്യൻ പൊതിഞ്ഞ് തന്ന പേപ്പറില് ഇവന് ബമ്പർ കിട്ടിയ ന്യൂസ് ഞാൻ അറിഞ്ഞത്. കൈവേലിക്കരക്കാരന് ഓണ ബമ്പർ അയ്യപ്പ കാണിച്ചു തന്നതാ. സ്വാമിയേ. അല്ല രൂപേ, അനക്കെന്താണ് ഒരു ഉസാർത്തില്ലാത്തത്? 33 കൊല്ലത്തിന് ശേഷം നമ്മള് തമ്മിൽ കാണുന്നത്. എന്നിട്ടൊരു മൈൻഡും ഇല്ലല്ലോ ചങ്ങായി. എന്തേ? എന്നടാ എന്നാ ആച്ച്? ഓർക്കിപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമോ? എന്ത് പ്രശ്നം നിങ്ങൾ എന്നോട് പറയും. ഞാൻ ടകാന്ന് ഞാൻ പരിഹാരം കാണും. ഓർക്കിപ്പോ പഴയതൊന്നും ഓർമ്മയില്ല.
ആയി പോയല്ലോ. അപ്പൊ പൈസ എവിടെയാന്നറിയില്ല. എങ്ങടെ ഔട്ടാത്ത ബാഗ് ചിന്ന വയസ്സിൽ എപ്പിടി ഇതാ ഒന്നുമേ ஞாபகத்தில் இருக்கு. അത് പിന്നെ ഓനിക്ക് സന്തോഷമുള്ള എന്താ വെച്ചാ ചെയ്തു കൊടുത്ത ഓർമ്മ വേഗം തിരിച്ചു വരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. ആ പിന്നെ ബാഗിന്റെ കാര്യം ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ പൈസ ഉണ്ട്. അപ്പടിന്നാ ശരി പണിയില്ല. അതെ, എന്റെ ഒരേ ഒരു ചങ്ങായിയ ഈ അനൂപ്. ഓൻ എനിക്കിങ്ങനെ ഇച്ചയിലേക്ക് വിട്ടിട്ട് പോവാൻ പറ്റുമോ? ഓന്റെ ഓർമ്മശക്തി തിരിച്ചു വന്നിട്ട് ഇനി ഞാൻ മദ്രാസിലേക്കുള്ളൂ. പഴയതൊന്നും മറക്കുന്നവനല്ല ഈ കൃഷ്ണൻകുട്ടി. ഒന്നുമില്ലേലും എന്നെയും ചെമ്പകത്തെയും ഒന്നാക്കിയവനായി ചങ്ങായി. ആരായി ചെമ്പകം? അതെന്റെ കെട്ടിയോള്. ഇപ്പൊ മൂത്ത മോളുടെ പ്രസവത്തിന് അങ്ങ് അമേരിക്കയില. എനിക്ക് ഓർമ്മയില്ല. ഓ ഭാഗ്യം. അത് പിന്നെ എന്റെ ചെമ്പകത്തിന്റെ കല്യാണം നടത്താൻ ഈ അനൂപ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വീട്ടിലിരിക്കേണ്ട ആളാണ്. ഈ വീട്ടിലോ? അതെ, ഞാന് അതാ കല്യാണം നടന്നില്ലേല് പിന്നെ ഞാൻ വേറെ കെട്ടില്ലല്ലോ. എനിക്ക് വേറെ ആരെങ്കിലും കെട്ടാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്റെ ഈ ചങ്ങായിന്റെ കൂടെ അല്ലേ എപ്പോഴും ഉണ്ടാവുക. അത് പറഞ്ഞതാ പെങ്ങളെ. എനിക്ക് കുറച്ച് വെള്ളം തരൂ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുദേശം വിശ്വാകാരം ഗഗന സദൃശം. അല്ലേ എങ്ങയ്യേ, അന്റെ നെറ്റ്വർക്ക് മുഴുവനും പോയി കിടക്കുക. ഇനി അന്നെ റേഞ്ചിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ പൈസ എവിടാന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്കൊരു ചുറ്റണം. പിന്നെ പുതിയൊരു ബിസിനസ് തുടങ്ങണം. കൊറോണയ്ക്ക് ശേഷം സോപ്പിനൊക്കെ ഭയങ്കര മാർക്കറ്റാ. സോപ്പ് വിറ്റ് 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 നമ്മൾ കുറേ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് സിനിമ പിടിക്കണം. സിനിമയിൽ ഇനി ഹീറോ, നായകൻ പ്രൊഡക്ഷനൊക്കെ ഞാൻ നോക്കിക്കോളാട്ടാ. നിന്റെ ഓർമ്മ കൊണ്ടുവരാ. ഇപ്പൊ എന്താ ചെയ്യുക? കൈവേലിക്കരയിലെ നമ്മളെ സ്കൂള് പറഞ്ഞവന് ഓർമ്മ. കൈവേലിക്കരയിലെ നമ്മളെ സ്കൂള് പഞ്ചായത്ത് സെക്രട്ടറി ശാന്തമ്മയെ നമ്മള് രണ്ടാളൂ. കൈവേലിക്കര പൂരം. ആ കൈവേലിക്കര പൂരം കിഴങ്ങ് കുത്തി പാറിലെ കാബറ. സ്വാമി ശരണം. അത് ഓർമ്മ വന്നോ? അനക്ക് ക്യാമറ കാണാം. ചെറിയ ചൂടുണ്ടേ. ആയിക്കോട്ടെ. മക്കളെ, ഇത് കൃഷ്ണൻകുട്ടിയേട്ടെ, അച്ഛന്റെ ഒരേ ഒരു ചങ്ങായിയാ. ഇത് എന്റെ മോൻ ശങ്കരൻ, ഇത് മരുമോൾ അമല. നമസ്കാരം. അമ്മലു എന്റെ മരുമോളാ. ഞാൻ റീൽസ് ഒക്കെ കാണാറുണ്ട്. അതെ, സന്തോഷായി. അങ്കിളല്ല, ചേട്ടൻ. അച്ഛന്റെ ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് ചെറുപ്പാ. ബൈ ദ ബൈ, ഞാൻ എല്ലാരോടും കൂടി പറയാ, നമുക്ക് ഇവന്റെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരും. ആ പൈസ എവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് ഓർമ്മ വരും എന്ന് പറഞ്ഞ് ഈടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ മെമ്മറിയെ നമ്മൾ നിരന്തരം ട്രിഗർ ചെയ്യണം. അപ്പോഴേ ഓർമ്മ വരും. പക്ഷേ അതിന് കുറച്ച് പൈസ അല്ല. പൈസ എന്ന് പറയുമ്പോ എനിക്ക് ഇത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ പ്ലാൻ വർക്കൗട്ട് ആയാൽ ഇവന്റെ മെമ്മറി തകാന്ന് വരും. സത്യം. പ്രശ്നം ഗുരുതരമാണെങ്കിലും കാര്യം നിസ്സാരാക്കി ഞാൻ തരാം. ഹലോ ബാസിയേ, ഞാനാടാ കൃഷ്ണൻകുട്ടി ഫ്രം ചെന്നൈ. സുഖം. എനിക്കൊരു ചെറിയ പണിയുണ്ട്. ചെന്നൈയിലല്ല, നാട്ടിൽ തന്നെ.
ഒരാൾ ഉഡായിപ്പായിരിക്കോ? ഭാസി, കുന്നംകുളം ഭാസി എൻ്റെ ഒരു നൻപനാ. ആള് വലിയ പരോപകാരിയാണ്. നാളെ ഞങ്ങൾക്കൊരിടം വരെ പോണം. അതിനു മുമ്പ് ഇവന്റെ കോലൊക്കൊന്ന് മാറ്റണം. കോലം മാറ്റണം? ഇത് ഞാൻ ശരിയാക്കും. തക തക തക. அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அழடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா. పెద్ద మనిషిలాగా ఒకడు పోజులు కొడతాడు, మంచి మంచి మనసుందంటూ ఒకడు నీతులు చెబుతాడు. మంచి కాదు చెడ్డ కాదు అంతా ఒకటే జాతండి. దీపాలన్నీ ఆర్పేశాక అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా. తెల్లగుంటే ఒకడు తెల్ల కిందులవుతాడు, నల్లగుంటే ఒకడు అల్లారల్లరి చేస్తాడు. తెలుపు నలుపు కాదు మీకు రంగుతో పని ఏముంది, సందు దొరికిందంటే చాలు మీ మగ బుద్ధే వంకర బుద్ధి. అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా. கொஞ்சம் தயங்கா தப்பா, கொஞ்சம் அடங்க வேணாம்பா, ரொம்ப மயங்கா தப்பா தப்பாப்பா தப்பாப்பா. கொஞ்சம் பாட்டு கவாலா, கொஞ்சம் டான்ஸ் கவாலா, ரெண்டும் உனக்காகவே கவாலா கவாலா. நூ காவாலையா நூ காவாலி ரா 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 ரா. நூ காவாலையா நூ காவாலி ரா 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 ரா. അടിപൊളി, ഗംഭീരം. എന്ത് അടിപൊളി! ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. ഞാൻ തൊട്ടു. ആ ബാസിനൊന്ന് വിളിക്കട്ടെ. ഞാൻ തൊട്ടു. അവനെ കിട്ടുന്നില്ലല്ലോ. രൂപ 4000 കൊടുത്തത്. ബാസിനെയും കാണുന്നില്ലല്ലോ. ഫേസ്ബുക്കിൽ ഇരിക്കാ, ഇൻസ്റ്റായിൽ ഇരിക്കാ, വാട്സപ്പ് നമ്പർ എങ്കിലും തായോ. ആശാനെ, എന്റെ വാട്സപ്പ് നമ്പർ ആശാനെ ഇല്ലേ? നിന്റെ പൈസ പോലും പോലായില്ല. ഞാൻ തൊട്ടു. അയ്യോ കഷ്ടം. അവസാനം 1000 ഉറുപ്പിയില് പോയില്ലേ? അത് പിന്നെ പശുവിനെ അറിയൂലേ? അല്ല, പശുപാലം പിള്ളക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ കാര്യങ്ങള്? ഇവനെ ചെലവ് തന്നെ ഇവിടെ താങ്ങാൻ പറ്റുന്നില്ല. എല്ലാത്തിനും കൂടി ശംഖു മാത്രല്ലേ ഉള്ളൂ. വില കാര്യത്തിലാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ചെന്നൈ നാലെണ്ണോ വന്നിട്ട് എല്ലാം ശരിയാക്കാന്നല്ല പറഞ്ഞിട്ട്. അത് മറ്റൊരു മാരണം. കൃഷ്ണൻകുട്ടി ഇവരെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി ഇവരെ കൂട്ടിട്ട് ഒരൊറ്റ പോക്കാം.
പിന്നെ അങ്ങ് പോലീസ് സ്റ്റേഷനാ കാണുന്നത്. എന്തല്ല ക്യാമറ കാണാൻ പോയതാ. പുറത്തു പറയാൻ പറ്റാത്ത വേറെന്തൊക്കെയോ ഉണ്ടെന്നാ പോലീസ് പറഞ്ഞേ. അറിയോ നിങ്ങക്ക്? പശുപാലം വന്നാ അല്ല പശുപാല എന്നാ ഇത്തവണത്തെ പൂരം? എന്റെ പേരെല്ലാം ഓർമ്മയുണ്ടല്ലേ? പൂരം ഈ വരുന്ന വാവ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കൊടിയേറ്റല്. അപ്പൊ നമ്മുടെ കൊടിമരത്തിന്റെ പണിയൊക്കെ എന്തായി? എന്താകാൻ, ഭക്തർക്ക് പഴയ പോലെ ഒരു ഉത്സാഹമില്ല. അല്ല, നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാന്നായിരുന്നല്ലോ തീരുമാനം. അത് കൊണ്ടേ പോയില്ലേ. ഇയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് ഒരു സിംഗടിമാരി ഒരാളുണ്ട്. നാണപ്പൻ. നാണപ്പൻ ഇപ്പൊ എവിടെയാ? അവനങ്ങ് അബുദാബിയിൽ പോയില്ലേ? അവന്റെ കെട്ടിയുള്ള അടുത്തേക്ക് അവന് രക്ഷപ്പെട്ടു. മക്കളെടുന്ന വരുന്നേ? ഞങ്ങളൊന്ന് ആശുപത്രി വരെ പോയതാ ചേട്ടാ. ഒരു ചെക്കപ്പ് ഉണ്ടായി. പോസിറ്റീവാ? ഈ മാസം പിന്നെ വന്നാ? അയ്യോ, കൊറോണ അല്ല പശുപാലം പിള്ളേ. എന്റെ മോള് ഗർഭിണിയാ. എന്റെ തേവരെ കാത്തോളണേ. ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് കേട്ടാ. ശരിയാ പിള്ളച്ചേട്ടാ. അച്ഛനാണ് ഇങ്ങനെ. എങ്ങനെ? അല്ല, കുറ്റം പറഞ്ഞതല്ല അച്ഛാ. എത്രയാ ചെലവ്? എന്റെ ശമ്പളവും അച്ഛന്റെ പെൻഷനും എന്നോട് കൂട്ടിയിട്ടൊന്നും എനിക്ക് തികയുന്നില്ല. അച്ഛൻ ഒന്ന് ഓർത്തു, അച്ഛൻ പൈസ എവിടെയാ വെച്ച്? ഏത്? ആ 17 കോടി രൂപ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ബാഗില് ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട്, ഒരു കറുത്ത ബാഗില്. അത് ചോന്നതായി. അച്ഛൻ നിർത്തുന്നുണ്ടോ? കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഒരു കറുത്ത ബാഗ്, ചോന്ന ബാഗ് എല്ലാം കൊണ്ടുപോയി തൊലച്ചിട്ട് നിന്ന് പിടിച്ചോടെ സൂചിച്ചിരിക്കല്ലേ? മതിയായി, എനിക്കെല്ലാം നിർത്തിക്കോളൂ എന്നോട് കൂടെ. മോനെ, അച്ഛനോടാണ് മഹാപാപാന്നട്ടാ. എന്റെ തേവരെ, ആ ലോട്ടറി അടിക്കണ്ടായിരുന്നു. അത് അടിച്ചത് മുതൽ ഇവിടുത്തെ സമാധാനം പോയി. വെറുതെ കിട്ടുന്ന പണം കോണം പിടിക്കൂലെന്ന് പണ്ട് കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ല. വെറുതെ കിട്ടുന്ന പണം എന്തെങ്കിലും കാര്യം പറയില്ല പിള്ളച്ച. ഇത് സർക്കാർ തരുന്ന പണം, നികുതി അടച്ച് ശരിക്കുള്ള പണം, കള്ളപ്പണമൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, ആ ടിക്കറ്റ് എടുക്കണല്ലേ എന്റെ വേർപ്പ് കൂടെ ഉണ്ട്. വെറുതെ ഓരോ പഴയ കാരണവന്മാര് പറയുന്ന മാതിരി എന്തെങ്കിലും കാര്യം പറയല്ലേ പിള്ളച്ച. പൈസ പൈസ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ലോട്ടറി അടിക്കുന്നവരെ ഒരു ഉപകാരം കുത്തിയിരിക്കായിരുന്നു. കൈയെടുത്ത് ലോട്ടറി അടിച്ചപ്പോഴോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും കരുതി ഇത് രണ്ട് കൊത്തോട് തൊലച്ചില്ലേ? എന്തൊക്കെയാ ഇനി പറയുന്നത്? എനക്കറിയാം, ഇങ്ങനെ 10-32 കൊല്ലായി ഞാൻ ഇങ്ങനെ കൂടെ കൂടിയിട്ട് എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനക്കറിയാടാ. VRS എടുക്കുന്നവരെ നേരാ ചോർന്ന് ഉറങ്ങിയിട്ടില്ലേ മനുഷ്യൻ. പിന്നെ ഇന്ത്യയൊക്കെ കൂടെ കൂടിയതേ എല്ലാവരും തമാശയെന്ന് കരുതിയിട്ടാ. എന്റെ കെട്ടിയോനെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അച്ഛനൊരു ഏനക്കണ്ട് വന്നു വെച്ചിട്ട് അച്ഛനോട് അത്ര ഇഷ്ടമായിരുന്നേല് നീ ടൗണില് ഫ്ലാറ്റ് നോക്കണ കാര്യം ആദ്യം അച്ഛനോടല്ലാണ്ടാ പറയേണ്ടത്. അതല്ല ശരിയായിട്ട്. അച്ഛൻ എങ്ങനെ അറിഞ്ഞ കാര്യം? അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അച്ഛനല്ലാണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്റെ പൊന്നാര സന്തതി ജോലി നോക്കണന്റെ അടുത്ത് ഫ്ലാറ്റ് നോക്കുന്നത്. അച്ഛനോട് മാത്രം പറയാൻ പറ്റില്ല. അച്ഛനോട് പറഞ്ഞ എന്താ? അല്ല അച്ഛാ, അത് ഫ്ലാറ്റ് നോക്കിയിട്ടല്ലേ ഉള്ളൂ. അല്ല ശരിയായിട്ട് പറയാന്ന് വെച്ചതാ. നീ കൂടെ എന്നോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിലിടയിൽ വല്ല രഹസ്യം ഉണ്ടായിരുന്ന. അത് പിന്നെ ശംഖു പറയൂന്ന് കരുതിട്ടാ. മനുഷ്യ നമ്മൾ വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട കേട്ടാ. അച്ഛനപ്പ എല്ലാം ഓർമ്മയുണ്ടല്ലേ? അതിന്റെ അടിയിലെ ഈ അമ്മയും മോനും തമ്മില് അല്ല മനുഷ്യ, നിനക്കെല്ലാം ഓർമ്മയുണ്ടോ? സത്യം പറ. ലേറ്റ് ആയപ്പോ ഞാൻ
വിചാരിച്ചു താനിനി വരില്ല. അയ്യോ സർ, ഭയങ്കര ട്രാഫിക്, അതാ ലേറ്റ്. സോറി സർ. വിവേക, നീ പേരല്ലല്ലോ പറഞ്ഞേ. അന്ന് എന്നോട് ആരും പേരും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയോ? ശങ്കർ, എന്തായി ഹോസ്പിറ്റലിൽ പോയ കാര്യം? ഓ, ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു അല്ലേ? എന്നോട് സാറാണ് പറഞ്ഞത് ഇന്ന് മകനും മരുമകളും ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു ഒരു ചെക്കപ്പിനെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് വരുമ്പോ നിങ്ങൾക്ക് വേണ്ടി സാർ ഒരു ഹാപ്പി ന്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായി പോയ കാര്യം? ഓക്കെ ആണോ? എടോ, ഞാനൊരു അപ്പൂപ്പനാകാം. ആഹാ, സൂപ്പർ സർ. ശങ്കർ, കൺഗ്രാറ്റ്സ്. അല്ല നാളെ പോടാ, അപ്പൊ നിങ്ങളുടെ ഓർമ്മശക്തി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലേ? എന്റെ ഓർമ്മ എവിടെയും പോയിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇത്രയും കാലം ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ചേ? കുരങ്ങ് കളിപ്പിച്ചത് നിങ്ങളെല്ലാരും കൂടെ എന്റെ അല്ലേ? എന്തൊക്കെയാ മനുഷ്യ പറയുന്നേ? പിന്നെ അല്ലാണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ടോ? അപ്പൊ എനിക്ക് സങ്കടം വരില്ലേ? സത്യത്തിൽ അതൊന്നും അല്ലടാ കാര്യം. ഈ ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു വല്ലാത്ത ആദ്യമായിരുന്നു. ഇത്രയും പണം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ ഈ വിവേകനെ കൂട്ടുപിടിച്ച് ഈ നാടകമൊക്കെ കളിച്ചത്. അല്ലെങ്കിലേ ഈ കാശൊക്കെ കൈപ്പോയത്. അപ്പോ കാശ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ വിവേക് ഒരു അഡ്വക്കേറ്റ്, എന്റെ പഴയൊരു സ്റ്റുഡന്റാ. അപ്പൊ ഈ കാശ് ഒന്ന് പ്ലാൻ ചെയ്ത് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യാൻ എനിക്ക് കുറച്ച് സാവകാശമാണ്. അതാണ് ഞാൻ വിവേകിനെ കൂട്ടുപിടിച്ചത്. എടാ ശങ്കു, നിനക്കൊരു ഫ്ലാറ്റ് വാങ്ങണായിരുന്നേൽ അത് എന്നോട് പറഞ്ഞാ പോരായിരുന്നടാ. ഞാൻ എന്താ എതിര് പറയുന്നു വിചാരിച്ച? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലടാ. എന്റെ സന്തോഷമല്ലടാ എന്റെ ഓൾറെഡി സന്തോഷം. ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും പറയണ്ട. ഇനി ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോണൊന്നും അന്വേഷിച്ച് പോകണ്ട. നീ നോക്കിയ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അതേ ഫ്ലാറ്റ് നിന്റെ കെട്ടിയോളുടെ പേരിൽ ഞാനങ്ങ് വാങ്ങി. അതിന്റെ ഡോക്യുമെന്റ് വെച്ചോ. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലശേഷേ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നീയും ഒക്കെ എന്നെ അങ്ങോട്ട് പുറത്താക്കിയാലോ? ഇല്ലേ? നിന്നെ എനിക്ക് അറിഞ്ഞുവിടണം മോനെ. അറിയാമ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ? ഇവരെല്ലാം ഫോട്ടോ ഇങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഇവിടെ വേണ്ടടി അകത്ത്? അല്ല, എന്തായാലും ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി ഒരു യാത്ര പോകാൻ പോകും. അതിന് നിങ്ങളൊന്നും വേണ്ട, ഇത് ഞാനും എന്റെ കെട്ടിയോളും മാത്രം. വയസ്സ് നിന്റെ അപ്പനാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. അപ്പോ ഇനി നമുക്ക് ഒരു ഹണിമൂണൊക്കെ ആകാം. നാടൻ നോക്കിയ മറന്നു വയ്ക്കാം. ആ, എന്റെ മരുമോളൊന്നും ഇങ്ങോട്ട് വന്നേ. അതെ, നമ്മൾ വാങ്ങിച്ച ഫ്ലാറ്റിനോട് ചേർന്ന് ഒരു ചെറിയ കഫേ ഉണ്ട്. അതും കൂടെ ഞാനിങ്ങ് വാങ്ങി നിന്റെ പേര്. അതിന്റെ ഡോക്യുമെന്റ് വെച്ചോ, ഭദ്രായിട്ട് വെച്ചോ. എന്ത് ചെയ്യുന്നതായിരിക്കും? എടി കൊച്ചേ, വയസ്സുകാലത്ത് എനിക്കും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? നീ എന്റെ കൂടെ കൂടിക്കോ. അതൊക്കെ വീഡിയോ എടുത്ത് നീ നിന്റെ യൂട്യൂബിലും തട്ടിക്കോ. പിന്നെ എല്ലാം കണ്ടു നിന്നാലേ കെട്ടിയോന്റെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതൊന്ന് വേറെയാ മോളെ. അല്ല നാളെപ്പാടാ, നീ ആള് കൊള്ളാലോ, ഭാഗ്യവാൻ. എന്ത് ഭാഗ്യാണ്? ഏത് 25 കോടിയുടെ കാര്യമാണ്? എടോ, എനിക്ക് എന്റെ വീട്ടുകാരും ഈ നാട്ടുകാരൊക്കെ തന്നെയല്ലടോ അല്ലോ. ഞാനേ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. ജനിച്ചു വീണപ്പോഴേ എന്റെ 9ാം ഭാവം തെളിഞ്ഞതാണോ.
ഞാനങ്ങട് അങ്ങനെ അങ്ങ് പോയാലോ? താൻ എന്നെ കൊണ്ടേ ദേവരുടെ കൊടിമരം സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ നടന്നതല്ലേ വിവേക? തേവർക്ക് കൊടിമരം, ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ കൈവേലിക്കര തേവർക്ക് സ്വർണ്ണക്കൊടിമരം വേണ്ടടോ. അതിന് പകരം നമുക്ക് ഇത്തവണത്തെ പൂരം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഈ നാട്ടില് സഹായം ആവശ്യമുള്ള എത്ര സാധാരണക്കാരുണ്ടോ, അവർക്കൊക്കെ ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പൂരം ആഘോഷിക്കണം. അതിനുള്ള പണം മുഴുവൻ ഇതിനകത്തുണ്ട്. ചെക്ക വെച്ചോ. പിന്നെ ഒന്നും എന്റെ പേരിൽ വേണ്ട, എല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ. മേഖലതേ, ഈ വീടും പറമ്പും നമ്മുടെ രണ്ടുപേരും പേരിലാണ്. ഇവിടെ നമുക്കൊരു സ്നേഹാലയം പണിയണം. വയസ്സുകാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാനൊരു ഇടം. അങ്ങനെ കുട്ടിയൊക്കെ മാതാപിതാക്കളെ കൊണ്ട് കളയാനുള്ള സ്ഥലമല്ലടോ. ഇതൊരു സ്നേഹാലയം. പണ്ടത്തെ പോലെയൊന്നും അല്ലടോ. വയസ്സായി കഴിഞ്ഞാൽ വലിയ പാടാണ്. മക്കള് നോക്കുന്നില്ലേ, ഉപേക്ഷിച്ചെന്നൊക്കെ പരാതി പറയാതെ സന്തോഷമായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു ഇടം. യാത്രയും സിനിമയും ഒക്കെ ആയിട്ട് വായനയും ഒക്കെ ആവാം. ഒരു വൈബിങ് സെന്റർ. എന്താ ഇത്? ലോട്ടറി അടിച്ചോണ്ടൊന്നും ഞങ്ങൾ എടുത്ത തീരുമാനമല്ല. ഞാനും സ്നേഹലതയും വർഷങ്ങളായി കണ്ടത ഒരു സ്വപ്ന അല്ലേ? അനാഥരല്ല, സനാഥരാക്കുന്ന ഒരു ഇടം. വിവേകേ, താനാണോ എന്നെ സഹായിച്ചത്? ഒരിക്കലും ഞാൻ മറക്കില്ല. വീണ്ടും വരണം. താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ഞാനും അങ്ങനെ ഇറങ്ങാം. സന്തോഷം. അതാ വിവേക്, ഒന്ന് നിക്ക്. ഒരു ആയിരത്തിന്റെ എന്തായി? സന്തോഷായില്ലേ എന്റെ പെമ്പറന്ന് എത്തിക്ക്? അതെ, ഇനി ഒരു കാര്യം കൂടെ. നമ്മുടെ ആ പാവം വൈറ്റിക്കും ആ ഓമനിക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ കൊടുക്കാലോ? സന്തോഷായ? പിന്നെ അപ്പളേ നീ ഒന്നും പറയില്ലല്ലോ? ആ ജാനയ്ക്കും കൂടെ എന്തെങ്കിലും വേണ്ട? വേണ്ട. ആ മോനെ, നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയിട്ടേ വെറും വേസ്റ്റ് ആയില്ലടാ. ജോലി ഉണ്ടായിട്ട് എന്താ കാര്യം? കോമൺ സെൻസ് വേണ്ടടാ. എടാ, ഞാൻ ഈ ബാങ്കിൽ പോയിട്ട് 17.5 കോടി ക്യാഷ് എടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞ അത് വിശ്വസിച്ചല്ലോടാ നീ. ഞാൻ ആ ടെൻഷൻ ഞാൻ ഒന്നും ഓർത്തില്ല. അത് പോട്ടെ, ആ വിവേക് വന്ന് ആശുപത്രിന്നാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടിരുത്തിയപ്പോഴേ നീ എന്തെങ്കിലും ഒരു മറു ചോദ്യം ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു. അതും ഉണ്ടായില്ല. വിവരദോഷി അല്ലാണ്ട് എന്താ? മരുമോള് വാ. മരുമോക്ക് എന്താ? അച്ഛനാ പൈസയൊക്കെ വെച്ചത് കറുത്ത ബാഗിലോ അത് ചുവന്ന ബാഗിലോ? അനുവേ, നീന്ന് വന്നല്ലേ? എടാ എടാ, നിനക്ക് ലീവൊക്കെ കിട്ടിയോ? എന്താ നിനക്ക് ഞാനൊരു ചായ എടുക്കട്ടെ? ചായ വേണ്ട, 2 ഗ്ലാസ് ഇത്തിരി ബുക്കാണ്. ഓ, പട്ടാളം പട്ടാളം. ഇതുവരെ കണ്ടിരുന്നു ഇങ്ങനെ? ഇല്ലല്ല. അപ്പൊ 2 അടിച്ചിട്ടുണ്ട്. സന്തോഷമാണ്. എനിക്ക് ലോട്ടറി അടിച്ചില്ലേ? 25 കോടി. അല്ല പ്രഭാകര, നീ പോയിട്ടേ ഈ 31 കൊല്ലത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കൃഷ്ണൻകുട്ടിയെ കണ്ടിട്ടുണ്ടോ? അവനോട് വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടടാ. അവനിപ്പോ അകത്താ, പോലീസ് സ്റ്റേഷനില. അവരെ എനിക്കിട്ടൊന്ന് പണിയാൻ നോക്കി. നിനക്കറിയില്ല ആ ബാസിയെ, ഇവിടുത്തെ നമ്മുടെ ആ തനികട ബാസി, പണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ച ഓർമ്മയുണ്ടോ? ആ ബാസിനെ വിളിച്ചിട്ട് എന്നെ ക്യാമറ നാടകം കളിക്കാൻ ശ്രമിച്ചു. അപ്പൊ ബാസി, ഈ നാട്ടിൽ എന്നെ അറിയാത്ത ഒരു ബാസി, അവൻ എന്നെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊരു പണി ഒപ്പിച്ചു. അവന് തിരിച്ചൊന്ന് കൊടുത്തു.
അവന് പാകപ്പാ. അപ്പോ നിന്റെ ഗിഫ്റ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. നീ സെക്യൂരിറ്റിനൊക്കെ വെച്ചോ? പണത്തിന്റെ ഒരു കുമ്മ. ഇത്ര വലിയ കുമ്പയും കൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ വീട് ദിവസവും 2 തവണ ഓടണം, മനസ്സിലായോ? എന്നെ അനുവിനെയൊക്കെ കണ്ടില്ലേ? നിന്നെ പോലീസ് എപ്പോഴാ വിട്ടത്? പോലീസൊക്കെ അപ്പോഴേ വിട്ടു. അതെ, മറ്റേ മെമ്മറി ഞാൻ തിരിച്ചു കൊണ്ടുവരട്ടെ. വെള്ളിച്ചില്ലം വിതറി. ഇപ്പൊ നോക്കി കണ്ട മെമ്മറി ഞാൻ വിളിച്ചു കൊണ്ടുവരാം. അറിയാതെ പിടയും വിരലിന്റെ തുമ്പുകൾ ഇപ്പൊ എന്റെ മെമ്മറി വന്നു. ഇഷ്ടം കൂട്ടി അല്ല, ഇത് നമ്മളെ പ്രഭാകരനല്ലേ? അടിച്ചില്ലേ? അതിനാണ് നീ എന്നെ അടിച്ച്. എന്തിനാ? 500 രൂപ. 500 രൂപയോ? അന്ന് വടകരന്ന് പോയിട്ട് മദ്രാസിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ടാണ് ഇന്ത്യന്റെ ബാരിക്കും. അത് 144 രൂപയല്ലേ? 500 രൂപടാ. 144. 500 രൂപ ബാക്കി പലിശ. പ്രഭാകര, കേരള സർക്കാരിന്റെ പൂജ ബമ്പർ ലോട്ടറി ഫലം വന്നു. മുമ്പ് ഓണം ബമ്പർ അടിച്ച കൈവേലിക്കരെ വീണ്ടും ഭാഗ്യം തുണച്ചിരിക്കുന്നു. മനീഷ്, ആരാണ് ഭാഗ്യശാലി? മനീഷ് പറയൂ, നിങ്ങൾക്ക് ആ ഭാഗ്യശാലിയെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടോ? കൈവേലിക്കരയിൽ നിന്നും ഈ വട്ടം ലോട്ടറി എടുത്തു വെച്ച ആ അതിഥി തൊഴിലാളി അൻസുമാവോ സമത്താരിൽ നിന്ന് ലോട്ടറി വാങ്ങിയ ആ ഭാഗ്യശാലി ആരാണ്? On stage, Gokulam Gopalan, Priya Anoop, Dr. A.V. Anoop, K.P.A. Latif, Pushpa Dinesh, Girish Ayyapathar, Shiju Raghavan, Suraj K.R., M.C. Vinod Kumar, K.P. Gopalakrishnan, Sonu Priya, R. Ramanand, Chittilanjeri Narayanan, Aruna K.S., A. Satyabalan, Rohan Varghese, M.M. Siddharth, Akhil Santosh, Master Kashyap, Master Darshan, Master Ram, Baby Srinidhi Binugumar, Advait Sajit, K.R. Rajagopal, T.K. Vijay Kumar, T. Baburaj, Sandhya Vishnu, Vinayan, Bruno K.V. and our dazzling Diana, Prasho Pranavam. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും ഒരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും ഒരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം
മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം അതിലൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം